കർത്താവിൻ്റെ വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കണ്ണടച്ച് ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. കർത്താവേ, ഞങ്ങളെ അവിടുത്തെ തിരുവചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ യേശുവേ, അവിടുന്ന് തന്നെ കർത്താവേ അത് ഞങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തേതാണ് വചനം, അവിടുന്ന് തന്നെ വചനമാകുന്നു, അവിടുന്ന് തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നുവല്ലോ. ആ സത്യമാകുന്ന ആ തിരുവചനം ജഡമായി തീർന്ന് ഞങ്ങൾക്ക് വഴികാട്ടിയായിട്ട് ഞങ്ങളുടെ മുമ്പിൽ പോയല്ലോ. ഞങ്ങൾ പാടിയതുപോലെ വഴികാട്ടിയായിട്ട് ഞങ്ങളെ കർത്താവെ വഴി നടത്തണം. ഞങ്ങളെ കർത്താവെ അവിടുത്തെ പാറമേൽ നിർത്തി ഞങ്ങളുടെ വിശ്വാസത്തിൽ അവിടുന്ന് ആകുന്ന പാറമേൽ നിർത്തി വിശ്വാസം ഞങ്ങളെ ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അന്ത്യകാലത്ത് നടക്കാനിരിക്കുന്ന ആ ബാബിലോണിൻ്റെ ന്യായവിധിയെക്കുറിച്ചൊക്കെ വായിക്കുമ്പോൾ കർത്താവെ അതിൽ നിന്നൊരു മുന്നറിയിപ്പുകൾ എടുക്കാനും കർത്താവെ ആ ബാബിലോണിൻ്റെതായ ലോകത്തിൻ്റെതായ ആ ആത്മാവിൽ നിന്ന് കർത്താവെ സമ്പൂർണ്ണമായിട്ടും അധികമായിട്ട് കർത്താവെ കഴുകപ്പെടുവാൻ ഞങ്ങൾക്ക് അധികം വെളിച്ചം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലുള്ള ഞങ്ങളുടെ സ്വയസ്നേഹം, ഞങ്ങളുടെ സ്വയകേന്ദ്രിതമായ ജീവിതം കർത്താവെ, ഞങ്ങളുടെ ആ സ്വയജീവൻ്റെ ശക്തി കർത്താവെ, ഞങ്ങൾ എത്ര നിഗളികളാണെന്നും എത്ര സ്വാർത്ഥനാണെന്നും കർത്താവെ, ഞങ്ങൾ എത്ര മനുഷ്യമാനം തേടുന്നവരാണെന്നും കർത്താവെ, ഞങ്ങൾ എത്ര ലോകത്തിന് പിന്നാലെ പോകുവാനുള്ളൊരു ജഡ ഞങ്ങൾക്കുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി കർത്താവെ, മറ്റുള്ളവരെ വിധിക്കുവാനല്ല കർത്താവെ, ഞങ്ങളെ തന്നെ വിധിക്കുവാൻ അവിടുത്തെ വെളിച്ചം ഞങ്ങൾക്ക് അധികമായിട്ട് തരണമെന്ന് പ്രാർത്ഥിക്കും. എല്ലാത്തിലും അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തണമില്ല. യേശു കർത്താവിൻ്റെ വിലയേറെ മാത്രമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, 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 ആമീൻ. നമുക്ക് വെളിപാട് പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ വെളിപാട് പുസ്തകത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. 6-ാമത്തെ വാക്യം മുതൽ നമുക്കിന്ന് കാണാനായിട്ടുള്ളത്. നമുക്കറിയാം, കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നിറങ്ങുമ്പോൾ കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിലെ കാഹളധ്വനിയോടെ, അവസാന കാഹളധ്വനിയോടെ കർത്താവ് ഒലിവുമലയിൽ കർത്താവ് വന്ന് കർത്താവിൻ്റെ കാൽ വയ്ക്കുമ്പോൾ, ഒലിവുമലയിൽ നിന്ന് കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പോയതായിട്ട് നമ്മൾ അപ്പോസ്തലപ്രവൃത്തികളുടെ 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അത് ഈ ഒലിവുമലയിലേക്ക് കർത്താവിൻ്റെ കാൽപാദങ്ങൾ ഈ വരുന്ന നാളുകളിൽ ഒന്നിൽ സ്പർശിക്കും എന്ന കാര്യം നമ്മൾ സെഖര്യാവ് 14-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആ കർത്താവ് 2ാമത് വരുമ്പോൾ ഉള്ള ആർമഗദോൻ യുദ്ധവും കാര്യങ്ങളും ഒക്കെ ഇത് ക്രിസ്തുവും അവൻ്റെ നേതൃത്വത്തിലുള്ള വലിയ സൈന്യത്തിനും എതിരായിട്ടുള്ള കർത്താവിൻ്റെ ആ ഒരു നെടുനേരത്തേക്കുള്ള യുദ്ധത്തിൽ വചനമാകുന്ന വാളുകൊണ്ട് കർത്താവ് അവരെ നിഗ്രഹിക്കുന്നതും കർത്താവിൻ്റെ രാജ്യത്വം സ്ഥാപിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത് സെഖര്യാവിൻ്റെ പുസ്തകത്തിലും ഇവൻ വെളിപാട് പുസ്തകത്തിലെ അധ്യായങ്ങളിലൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ ഭൂമിയിലേക്ക് ഒഴിക്കപ്പെടുന്ന ന്യായവിധികളെ കുറിച്ചൊക്കെ, നമ്മളെ ബൗസ് ഓഫ് പ്രാർത്ഥനയെ കുറിച്ചൊക്കെ, ക്രോധകലശങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വെളിപാട് 8-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ടായിരുന്നു. ആ 8-ാം അധ്യായത്തിൽ അവസാനത്തെ ക്രോധകലശത്തിന്റെ ആ 7ാമത്തെ ദൂതന്റെ കാര്യമൊക്കെ നമ്മൾ വെളിപാട് 16-ന്റെ 17-ൽ വായിക്കുന്നു. അവിടെ ബാബിലോണിനെ ഓർത്തതായിട്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ബാബിലോണിനെ ഓർത്തു, ബാബിലോണിന്റെ പാപങ്ങളെ ഓർത്തു. വെളിപാട് 16-ന്റെ 19-ല് വെളിപാട് 16-ന്റെ 19-ല് മഹാബാബിലോണിന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. ദൈവമക്കളെ സംബന്ധിച്ചോളം, പുതിയ ഉടമ്പടിയിൽ ദൈവമക്കളെ സംബന്ധിച്ചോളം കർത്താവ് എന്താ പറയുന്നത്? നിങ്ങളുടെ പാപം ഞാൻ ഓർക്കുകയില്ല എന്ന കർത്താവ് എബ്രായർ 8-12 വായിക്കുന്നത്. നമ്മൾ ജസ്റ്റിഫൈഡ് ആകുന്നു. കർത്താവ് നമ്മളുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവേ, ഞാൻ ഇനി പാപത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല, ഇനി ഒരു പാപം പോലും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് മാനസാന്തരത്തിലെ വിശ്വാസത്തോടെ നമ്മൾ കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട കർത്താവിലേക്ക് സമർപ്പിക്കുന്നവരാണെങ്കിൽ കർത്താവ് നമ്മളുടെ പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല, നമ്മളുടെ പാപങ്ങളെ ശുദ്ധീകരിക്കുകയും കൂടെ കർത്താവ് നമ്മളെ നീതീകരിക്കുകയും കൂടെ ചെയ്യുന്നതായിട്ട്, കർത്താവ് നമ്മളെ നീതീകരിക്കുന്നു എന്നുള്ളൊരു വാക്കുകൂടെ നമ്മൾ റോമർ 4-5 അധ്യായങ്ങളിൽ 3-4-5 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നു. നീതീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ നീതിമാന്മാരായിട്ട് എണ്ണുന്നു, കർത്താവിന്റെ നീതി നമുക്കായിട്ട് കണക്കിടുന്നു. അതായത് അതിന്റെ ഒരു ആസ്പെക്റ്റ് ആണ് നമ്മൾ ആ എബ്രായർ 8-12 കർത്താവ് നമ്മളുടെ പാപങ്ങളെ ഓർക്കുക പോലും ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. അപ്പൊ ആ പാപങ്ങളെ ഓർക്കുന്നില്ല, നമ്മളെ സംബന്ധിച്ചോളം കർത്താവ് നമ്മളെ പാപങ്ങളെ ഓർക്കുന്നില്ല, നമ്മളുടെ എന്തെങ്കിലും കഴിവുകൊണ്ടല്ല. എന്നാൽ ആ കുഞ്ഞാടിന്റെ രക്തത്തിലെ ആ രക്തത്തിന്റെ വില മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറന്നു. എന്നാൽ ഈ ബാബിലോൺ അവളുടെ പാപങ്ങളെ ഓർക്കുന്നു, അവൾക്ക് വേണ്ടുന്ന തക്കതായിട്ട് ദൈവം കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വെളിപാട് 16-ന്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മളിപ്പോൾ വായിച്ച്. അതിനുശേഷം 17-ാം അധ്യായത്തിൽ ആ ബാബിലോണിന്റെ രാഷ്ട്രീയ വ്യവസ്ഥിതിയെ, രാഷ്ട്രീയക്കാരുമായിട്ടുള്ള
രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ള ബാബിലോൺ എന്ന് പറയുന്നത് അത് വ്യാജമായിട്ടുള്ള ഒരു ക്രിസ്തു മതമാണ്. അത് നമ്മളത് റോമിൽ ആസ്ഥാനമായിട്ടുള്ള റോമില് ക്രിസ്തു മതത്തിന്റെ ഒരു അപജയം സംഭവിക്കുന്നത് 3-ാം നൂറ്റാണ്ടിലെ റോമിൽ വെച്ചാണെന്നുള്ളൊരു കാര്യം ആ റോമിലെ വത്തിക്കാൻ സിറ്റിയിൽ അടിസ്ഥാനമായിട്ടുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള റോമൻ കത്തോലിക്ക സഭ അതിന് ആ ബാബിലോണിൽ റെഫർ ചെയ്യുമ്പോൾ അത് കത്തോലിക്ക സഭ മാത്രമല്ല, അതിൽ നിന്ന് ഡോക്ടർ ഹാമറ്റ്സ് ആയിട്ടുള്ള അതിൽ നിന്ന് വേർപെട്ട് പോയ പലരും വേർപെട്ട സഭകളായിട്ട് പ്രൊട്ടസ്റ്റന്റ് പെന്തിക്കോസ്റ്റൽ സഭകളാണെങ്കിൽ പോലും അതും ആ ബാബിലോണിന്റെ ആത്മാവിലേക്ക്, ലോകത്തോടുള്ള ചെന്നാത്തം അത് ആത്മീയ വ്യഭിചാരമാണെന്നാണ് യാക്കോബ് 4:4 നമ്മൾ വായിക്കുന്നത്. ആ ആത്മീയ വ്യഭിചാരത്തിലേക്ക് പോകുന്ന ബാബിലോണിന്റെ ദേശീയപുത്രന്മാരെ കുറിച്ച് നമ്മൾ വെളിപാട് 17-ന്റെ 5-ാമത്തെ വാക്യത്തിൽ മദർ ഓഫ് ഹാർലറ്റ്സ് എന്നുള്ളൊരു കാര്യം, പുരുഷന്മാരുടെയും ദേശങ്ങളുടെയും മാതാവ് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. ഏത് വിഭാഗത്തിൽപ്പെട്ട സഭയായാലും ഒരു ലോകത്തിന്റെ വ്യവസ്ഥിതിക്ക് ഒത്തവണ്ണം ലോകം എന്ന് പറയുന്നത് കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്ന് പറഞ്ഞാൽ ആ ഒരു മനുഷ്യമാനം, പിന്നെന്താ കൺമോഹം എന്ന് പറഞ്ഞാൽ കാണുന്നതെല്ലാം വേണം, പിന്നെ കാണുന്ന സ്വത്തുക്കളെല്ലാം വാങ്ങിച്ചു കൂട്ടണം, അത് കൂടുതൽ പണസ്നേഹം, ആ ഒരു പണസ്നേഹം ആവട്ടെ, മനുഷ്യമാനം ആവട്ടെ, പിന്നെ ജടിക സുഖങ്ങള്, ലൈംഗിക സുഖങ്ങള്, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് കല്യാണം, വിവാഹബന്ധത്തിന്റെ പുറത്തായിട്ടുള്ള കാര്യങ്ങളും, പിന്നെന്താ ഭക്ഷണം, ഉറക്കം, അതുപോലെയുള്ള സുഖലോലുപത, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള അതിൻ്റെ കാര്യങ്ങളിലേക്ക് സഭയുടെ ലീഡർഷിപ്പ് പോകുമ്പോൾ, സഭയുടെ നേതൃത്വം പോകുമ്പോൾ അവിടേക്ക് ബാബിലോണിന്റെ ആത്മാവ് കടന്നു വരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വചനത്തിലുടനീളം കാണുന്നത്. ഈവൻ വെളിപാട് 2-3 അധ്യായങ്ങളിൽ 7 സഭകളെ കുറിച്ച് നമ്മൾ കാണുമ്പോഴും അതിൽ 5 സഭകളിലും കർത്താവിന് വേദന ഉണ്ടാകുന്ന പല കാര്യങ്ങളും കർത്താവിന് പോയിന്റ് ഔട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഫിലാദൽഫിയ സഭയും സ്മിർന സഭയുമാണ് വളരെ നല്ല എക്സാമ്പിൾ കാഴ്ചവെച്ചതായിട്ടൊക്കെ നമ്മൾ അവിടെ കാണുന്നതെന്ന്. ബാക്കിയുള്ള സഭകളെല്ലാം വളരെ ഒരു അപജയത്തിന്റെ വലിയൊരു വീഴ്ചയുടെ ഒരവസ്ഥയിലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ബാബിലോണിന്റെ ആത്മാവിലേക്ക് അതിന് അധീനരായിരിക്കുന്ന അതുപോലെയൊക്കെയുള്ള ലോകത്തോടുള്ള ചങ്ങാത്തമായിട്ട് പോകുന്ന ആ ഒരു സഭാ വ്യവസ്ഥിതി വിശുദ്ധിക്കോ കർത്താവിനെ പോലെ അനുരൂപപ്പെടുന്നതിനെ കുറിച്ചോ ക്രൂസ് എടുത്ത് സ്വന്തം ഇഷ്ടത്തിന് മരിച്ച് കർത്താവിനെ അനുഗമിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു ഗ്രാഹ്യവും ഇല്ല, അതിനെക്കുറിച്ചുള്ള ഒരു സന്ദേശവും ഇല്ല, അതിനെക്കുറിച്ചൊരു ഊന്നലും ഇല്ല. എന്തൊക്കെയോ കുറെ ചാരിറ്റി വർക്ക്സ് മാതിരി, ചാരിറ്റി വർക്ക്സ് എന്ന് പറഞ്ഞാൽ സേവനങ്ങള്, ശുശ്രൂഷകള്, അതുപോലെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയുള്ള ആ കാര്യങ്ങള് ഓഫ്കോഴ്സ് അങ്ങനെ ചെയ്യാന്, സോഷ്യൽ വർക്ക് ചെയ്യാനും വിളിക്കപ്പെട്ടിട്ടുള്ള ദൈവത്തിന്റെ കോളിംഗ് ഉള്ളവര് കർത്താവിന്റെ നാമമുദ്രത്തിനായിട്ട് അങ്ങനെ ചെയ്യാം തീർച്ചയായിട്ടും. പക്ഷെ അതുമാത്രം കർത്താവിന്റെ വചനത്തിനോ കർത്താവിനോ ഒരു സ്ഥാനമില്ലാതെ കുറച്ച് സൽപ്രവർത്തികൾ മാത്രമൊക്കെ ചെയ്ത് പല ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ നടത്തി വലിയ സാമ്രാജ്യങ്ങളും കോട്ടകളും അതിന്റെ പിന്നിലുള്ള പല മാഫിയകളും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ അവിശ്വാസികൾക്ക് പോലും വ്യക്തമാകത്തക്ക വണ്ണം കാര്യങ്ങൾ വളരെ കാപട്യത്തിലേക്കും പല പ്രയാസത്തിലേക്കും ഒക്കെ ചുറ്റുപോകുന്ന സഭാവിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് ബാബിലോണിന്റെ പുത്രിമാരുമാണെന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിയുകയും നമ്മളുടെ ജീവിതത്തിൽ അതിന്റെ ഒരു ആത്മാവ്, ബാബിലോണിന്റെ ഒരു ആത്മാവ്, ലോകത്തിന്റെ ഒരു ആത്മാവ് കടന്നു വരാതിരിക്കാനും നമ്മുടെ ജഡത്തിൽ ആ കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ജഡത്തിലെ ആ കാര്യങ്ങളൊക്കെ അത് പല സന്ദർഭങ്ങളിൽ ഈ മനുഷ്യമാനവും പണസ്നേഹവും ജഡിക സുഖങ്ങളും അങ്ങനെയുള്ള അതിനോടുള്ള ആസക്തിയും കാര്യങ്ങളും ഒക്കെ പൊങ്ങി വരുമ്പോൾ പല പ്രതിസന്ധികളുടെയും പ്രലോഭനങ്ങളുടെയൊക്കെ സന്ദർഭത്തിൽ അങ്ങനെയുള്ള ജഡത്തിലുള്ള പല ബാബിലോണീയമായ കാര്യങ്ങൾ പൊങ്ങി വരുമ്പോൾ നമ്മൾ അവിടെ കർത്താവിന് മുമ്പാകെ നമ്മെ തന്നെ വിധിച്ച് നമ്മെ തന്നെ താഴ്ത്തി കർത്താവിന്റെ ആത്മാവിനാല് ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ആത്മാവിനാൽ ജീവിച്ച് ആ ബാബിലോണിന്റെ ആത്മാവിനെ നമ്മൾ വ്യക്തിപരമായിട്ടും കുടുംബമായിട്ട് പറയുമ്പോൾ നമ്മളുടെ വീട്ടില് നമ്മളുടെ ഭാര്യ ഭർത്തൃബന്ധം, മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന വിധങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളുടെ ഇൻലോസുമായിട്ടുള്ള നമ്മുടെ ഇടപാടുകള്, നമ്മളുടെ പേരൻസുമായിട്ടുള്ള നമ്മളുടെ ഇടപെടലുകൾ, ആ കാര്യങ്ങളിലെല്ലാം ലോകത്തിൻ്റെതായ മൂല്യങ്ങളെല്ലാം മറിച്ച് കർത്താവിന്റെ സ്നേഹവും കാരുണ്യവും കർത്താവിന്റെ കാർക്കിശ്യവും കർത്താവിൻ്റെതായ നിലപാടുകളും മനുഷ്യ പാരമ്പര്യങ്ങൾക്ക് എതിരായിട്ട് നോക്കാനുള്ള ഒരു ചങ്കൂറ്റത്തോടെ ആ ഒരു ബാബിലോണിന്റെ ആത്മാവിനെ കുടുംബമായിട്ടും അങ്ങനെ ചെയ്താല സഭയായിട്ട് നമുക്ക് ആ ബാബിലോണിന്റെ ആത്മാവിനെ മേൽക്കൊണ്ട് കർത്താവിന് ഒന്നാം സ്ഥാനമുള്ള സഭയായിട്ട് പുത്തനെരിശിലേമായിട്ട് പണിയപ്പെടാനൊക്കെ ഉള്ള. അപ്പൊ 17-ാം അധ്യായത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥിതിയുള്ള ബാബിലോണിനെ കുറിച്ച് കാണുന്നു. 18-ാം അധ്യായത്തില് അതൊരു വാണിജ്യ വ്യവസ്ഥിതി, ഒരു
കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് ഈ ബാബിലോണിനെ നമ്മളവിടെ കാണുന്നു. അപ്പൊ അതിന്റെ 1-2 വാക്യങ്ങളിലുള്ള ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞായിരുന്നു, അതായത് ബാബിലോൺ ടുഡേ എന്ന് പറയുമ്പോൾ ഉള്ള ആ ഒരു ഇപ്പോഴത്തെ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ബാബിലോൺ ടുഡേ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ആ ഒരു മാപ്പ് ഞാനൊന്ന് പ്രൊജക്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി കാര്യങ്ങൾ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് വ്യക്തമാവുന്നു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു പിക്ചർ, അതായത് ഇത്രയും ഇത് സദ്ദാം ഹുസൈൻ്റെ ഒരു പഴയ കൊട്ടാരമായിരുന്നു എന്ന് പറയുന്നത്. എന്നാൽ അത് ചേർന്ന് നിൽക്കുന്ന ബാബിലോണിന്റെ റൂയിൻസ് ആണ് ഈ കാണുന്നത്. വലിയ മഹതിയാം ഇത് എന്ന് പറയുന്നത് നമ്മുടെ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ബാബിലോൺ അല്ല. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ബാബിലോൺ ആത്മീയമായ ബാബിലോണ്. അത് നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു കത്തോലിക്ക സഭയും ലോകത്തിന് ആത്മാവുള്ള പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത് സഭകളും എല്ലാം അതിന്റെ കൂട്ടത്തിൽ വരുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആക്ഷരികമായ ബാബിലോൺ, പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന ബാബിലോൺ, അവിടെ ദൈവത്തിന് ന്യായവിധി ഉണ്ടായി. ആ ബാബിലോൺ എന്ന പേരാണ് ആത്മീയമായ അർത്ഥത്തിൽ വെളിപാട് 17-18 അധ്യായങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ അത് ആ ഇറാഖിലുള്ള ആ ബാബിലോൺ എന്ന് പറയുന്നത് ഇറാഖിലുള്ള ഒരു സ്ഥലമാണ്. ഇറാഖിന്റെ ക്യാപിറ്റലായിട്ടുള്ള ബാഗ്ദാദ് ഉണ്ട്. ബാഗ്ദാദിന്റെ 50 മൈല് തെക്കായിട്ടാണ് ഈ ബാബിലോൺ എന്ന് പറയുന്ന പണ്ട് ഒരു വലിയ മഹാനഗരമായിരുന്ന സ്ഥലം ഇപ്പോൾ ഒരു നരകം എന്ന വണ്ണം, അതുപോലെ ഒരു ഊഷരമായിട്ടുള്ളൊരു ഭൂമിയായിട്ട് ആരും അവിടെ അധിവസിക്കാതെ വണ്ണം അത് വല്ലാതെ ഒരു റൂയിൻസ് ആയിട്ട് കിടക്കുന്ന. സദ്ദാം ഹുസൈന് മില്യൺസ് ഓഫ് ഡോളേഴ്സ് US-ന്റെ ഒക്കെ സഹായത്തോടെയൊക്കെ എടുത്ത് ഈ ബാബിലോൺ എന്ന് പറയുന്ന ഈ സ്ഥലം റെനോവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചെങ്കിലും അതെല്ലാം നിഷ്ഫലമായി പോയി എന്നുള്ളൊരു കാര്യമാണ്. ദൈവത്തിന്റെ ന്യായവിധി ബാബിലോണിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യെശയ്യാവ് 13-ാം അധ്യായത്തിൽ നിന്നും 21-ാം അധ്യായത്തിൽ നിന്നും 34-ാം അധ്യായത്തിൽ നിന്നും എല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ വാക്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പം ദൈവത്തിന്റെ ന്യായവിധി ആരും അവിടെ പാർക്ക് ചെയ്യില്ല എന്നൊക്കെയുള്ള ദൈവത്തിന്റെ ന്യായവിധി, അതുപോലെ തന്നെ ഓൾ ഹേറ്റ്ഫുൾ ബേർഡ്സ്, അറപ്പും അശുദ്ധിയുള്ള സകല പക്ഷികളും തടവുമായി തീർന്നു എന്നുള്ള കാര്യം, അതിന്റെ മൂങ്ങയുടെ കാര്യവും ഒട്ടക പക്ഷിയുടെ കാര്യമൊക്കെ നമ്മൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനം എത്ര അപ് ടു ഡേറ്റ് ആണ്, ദൈവത്തിന്റെ പ്രവചനങ്ങൾ എത്ര കൃതകൃത്യമാണ്. അപ്പം ഇത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവചനങ്ങളുടെ നിവൃത്തി തന്നെ ദൈവവചനത്തിന്റെ വിശ്വാസ്യതയെ നമുക്ക് കൂടുതൽ ഉറപ്പിച്ചു തരുന്നു. അപ്പൊ ഇതേ വചനം തന്നെയാണ് രക്ഷയ്ക്കായിട്ട് യേശുവിന്റെ നാമേ ഉള്ളൂ എന്നുള്ള കാര്യവും, അതുപോലെ നിത്യനരക അഗ്നിയുടെ സീരിയസ്നെസ്സിനെ കുറിച്ചും ഒക്കെ ഇതേ വചനം തന്നെ പറയുന്നത്. അപ്പോൾ അത് ഏത് വചനത്തിലെ പ്രവചനങ്ങളാണോ ഇന്ന് നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നത്, അതേ വചനത്തിൽ തന്നെയാണ്, ആ വചനത്തിൽ തന്നെയുള്ള കൽപ്പനകളും വാഗ്ദാനങ്ങളുമാണ് നമ്മൾ ഇന്ന് മുറുകെ പിടിക്കുന്നത്. അതേ കർത്താവ് തന്നെയാണ് ഭയപ്പെടേണ്ടതെന്ന് പറയുന്നതും ആകുലപ്പെടരുതെന്ന് പറയുന്നതും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, നിങ്ങൾ ധൈര്യമായിരിക്കും എന്നൊക്കെ യോഹന്നാൻ 16:33 നമ്മൾ വായിക്കുന്ന വചനങ്ങൾ. അങ്ങനെയുള്ള അനേകം ഈ ദൈവവചനം തന്നെ പറയുന്നത്. അപ്പൊ ആ ദൈവവചനം എത്ര വിശ്വാസ്യമാണ്, എത്ര വിശ്വാസയോഗ്യമാണ്, അത് ദൈവത്തിന്റെ ആത്മാവിനാൽ നിശ്വാസ്യമാണ്, ദൈവത്തിന്റെ ശ്വാസം ഊതിയ വചനമാണെന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം. പ്രാഥമികമായിട്ട് ഇന്ന് ഒരു സെക്കൻഡറി ആയിട്ട്, രണ്ടാമതായിട്ട് പറയുവാണെങ്കിൽ പ്രൈമറി എവിഡൻസ് ആ വചനം നമ്മളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു, നമ്മളെ നടത്തുന്നു എന്നുള്ളൊരു കാര്യമാണ്. അത് മാറ്റമില്ലാത്ത എവിഡൻസ് എന്ന്. സെക്കൻഡ്, പിന്നെ ഓഫ് കോഴ്സ് ബാക്കിയുള്ള അതുപോലുള്ള ദൈവഭക്തരായ സഹോദരങ്ങളിലും വചനം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രൂപാന്തരം, അതും വലിയൊരു തെളിവാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ചുറ്റുമുള്ള അനേകം ദൈവഭക്തരായ സഹോദരങ്ങളുടെ ജീവിതത്തിലുള്ള ആ സാക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ ഇതുപോലെ ബൈബിളിലെ പ്രവചനങ്ങളുടെ നിവൃത്തി, അത് ഈവൻ അവിശ്വാസികൾക്ക് ആണെങ്കിൽ പോലും അത് ദൈവവചനത്തിൻ്റെ വിശ്വാസ്യതയിലേക്ക് അവരെ വിരൽ ചൂണ്ടുവാനും നമുക്ക് ഉപയോഗിക്കാവുന്ന പല കാര്യങ്ങളാണല്ലോ. അപ്പം അങ്ങനെ നമ്മൾ അതിൻ്റെ 4-ാമത്തെ വാക്യമൊക്കെ വെളിപാട് 18-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളും കൂടെ നമ്മൾ കണ്ടായിരുന്നു. ആ ഒരു ബാബിലോണിന്റെ ഈ ബാബിലോണിയ വ്യവസ്ഥയിൽ, ഈ ലോക വ്യവസ്ഥയിൽ കുടുങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഭാരം, ദൈവം സോദോമിനെയും ഗൊമോറയൊക്കെ ന്യായം വിധിക്കുന്നതിന് മുമ്പ് ലോത്തിനെയും കുടുംബത്തെയും കൂടെ കർത്താവ് രക്ഷിക്കാൻ നോക്കിയതുപോലെ അവിടെ ഭാര്യ പിന്നെ തിരിഞ്ഞു നിന്ന് ഉപ്പുതൂണായി മാറിയെന്ന് ലോത്തിനെയും പുത്രിമാരെയൊക്കെ രക്ഷിക്കുവാൻ കർത്താവിന് സാധിച്ചു. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ആ സമയത്തും ഈ അവസാന ന്യായവിധിയുടെ ആ ഒരു സമയത്തും ബാബിലോണിന്റെ വ്യവസ്ഥിതിയിൽ വീണ്ടും ആയിരിക്കുന്ന ദൈവജനങ്ങൾ ഉണ്ട് എന്ന ദൈവത്തിന് ആഗ്രഹം. എത്രയും പെട്ടെന്ന് അവരങ്ങ് വേർപെട്ട് വന്ന് അവരൊരു
നിർമ്മല കാന്തിയായിട്ടുള്ള പുത്തൻ യെരൂശലേമായിട്ടുള്ള കർത്താവിൻ്റെ വചനത്തിനും കർത്താവിനും എല്ലാം ഒന്നാം സ്ഥാനം നൽകുന്ന, എല്ലാ സ്ഥാനവും നൽകുന്ന ആ ഒരു സഭയുടെ പാട്ടായിരിക്കണം. അങ്ങനെ ഒരു നിർമ്മല സാക്ഷ്യമായിട്ട് ഓരോ സഭകളിലും ഓരോ സ്ഥലങ്ങളിലും ഓരോ ദേശങ്ങളിലും നിലവിളക്കുകളായിട്ട് സഭ നിലകൊള്ളണം എന്നുള്ളൊരു കാര്യം കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ നിർഭാഗ്യവശാല് കർത്താവിൻ്റെ ജനമായിട്ടുള്ളവരെ പലരും അതിൽ തന്നെ കുടുങ്ങിക്കിടന്ന് മറ്റുള്ളവരെന്ത് വിചാരിക്കും, അയ്യോ എൻ്റെ അപ്പനപ്പന്മാർ മുതൽ ഞങ്ങൾ ഈ സഭയിലാണ് ഉള്ളത്, അതുകൊണ്ട് അതിനെ വിട്ടു പോന്നാല് എങ്ങനെയാ ശരിയാവുന്നത്. അപ്പം സാഗ്ബർ പറഞ്ഞ 2 ഉദാഹരണങ്ങൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ ഏത് ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്? ഇപ്പം എൻ്റെ അപ്പച്ചൻ്റെ അപ്പൂപ്പൻ്റെ വല്യപ്പൂപ്പൻ്റെ അവര് പോയ ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോകും. അവര് പോയ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വല്ല വൈദ്യമോ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ നാട്ടുവൈദ്യമോ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ ഇന്ന് നമ്മളിപ്പോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവൈലബിൾ, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫെസിലിറ്റിയാണ് ഹോസ്പിറ്റൽ ചികിത്സ, ആരോഗ്യ രംഗത്ത് നമ്മൾ തേടുന്നത്. വിദ്യാഭ്യാസത്തിന്റെ കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളെ എവിടെ പഠിപ്പിക്കാൻ വിടുന്നത്? നമ്മളുടെ മുതുമുത്തശ്ശിയുടെ വല്യപ്പച്ചന്റെ മുത്തച്ഛന്റെ അവര് പോയ പള്ളിക്കൂടത്തിൽ ആണോ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി? അവിടുന്ന് പഠിച്ചു പോലും കാണത്തില്ല അന്നത്തെ കാലത്ത്. അപ്പം നമ്മളാരും പാരമ്പര്യം നോക്കിയതില്ല. ഇപ്പൊ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ ആരോഗ്യ കാര്യങ്ങളിലും വിദ്യാഭ്യാസ കാര്യങ്ങളിലും ആരും നമ്മൾ ഉപദേശിക്കേണ്ട കാര്യമില്ല. നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ, ഏറ്റവും ബെസ്റ്റ് വിദ്യാഭ്യാസവും ആരോഗ്യവും ചികിത്സയും ഒക്കെ കൊടുക്കാനാണ് നമ്മളെ ഏതൊരു അവിശ്വാസി പോലും, ഈവൻ വിശ്വാസികൾ എന്ന് പറയുന്നവരും എല്ലാം ഉദ്യമിക്കുന്നത്. എന്നാൽ സഭയുടെ കാര്യം വരുമ്പോൾ, ദൈവജനത്തിന്റെ കാര്യം വരുമ്പോൾ, അത് ഞങ്ങളുടെ മുതുമുത്തച്ഛന്മാർ മുതലേ ഞങ്ങൾ ഈ സഭയില്ല, ഞങ്ങൾ ഇനി അങ്ങോട്ട് മാറിയാൽ അവരെന്ത് പറയും, ഞങ്ങളെ എവിടെ കുഴിച്ചിടും, ഞങ്ങളെ കളിയാക്കി ഒറ്റപ്പെടുത്തും, അവരുടെയൊക്കെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്ത് തിരഞ്ഞെടുക്കണമെന്ന് അറിയുന്ന, ആത്മീയ കാര്യങ്ങളിൽ നമ്മളൊക്കെ അറിഞ്ഞുകൂടെങ്കിൽ അത് നമ്മളെ മനുഷ്യമാനത ഇടുന്നുണ്ടല്ലേ എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ദൈവജനപ്രകാരമുള്ള ആ ഒരു കൂട്ടായ്മയിലേക്ക്, അങ്ങനെയുള്ള സഭയിലേക്ക് പൊൻനിലവിളക്കെന്ന നമ്മളവിടെ വായിക്കുന്നത്. അവിടെ വെളിപാട് 1:20 ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ്സ്, പൊൻനിലവിളക്ക്. പൊന്നെന്ന് പറയുന്നത് അത് ഡിവൈൻ ഒറിജിൻ, ദൈവത്തിൽ നിന്ന് ഉള്ള ഒറിജിനെ കാണിക്കുന്ന ഒരു കാര്യമായിട്ട് പൊന്ന് എന്നുള്ള വാക്ക് വെളിപാട് പുസ്തകത്തിലും ബൈബിളിലെ പലയിടങ്ങളിലും നമ്മൾ വായിക്കുന്നേ. അപ്പോൾ പൊൻനിലവിളക്ക് എന്ന് പറഞ്ഞാൽ കർത്താവ് സ്ഥാപിച്ച സഭകൾ, മനുഷ്യരായിട്ട് എന്തെങ്കിലും മനുഷ്യർക്ക് ഇനിഷ്യേറ്റീവിലെടുത്ത കാര്യങ്ങളല്ല, കർത്താവായിട്ട് സ്ഥാപിച്ച, ഈവൻ കർത്താവായിട്ട് സ്ഥാപിച്ചതിന് പല സഭകളും എന്നാൽ കാലക്രമേണ അത് അതിസ്നേഹം വിട്ട് ബാബിലോണിന്റെ വേശ്യാപുത്രന്മാരായി പോകുന്ന ഒരു അപജയവും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ കർത്താവ് സഭയുടെ മധ്യത്തിലുള്ള അങ്ങനെ കർത്താവായിട്ട് പണിയുന്ന ആ ഒരു പൂർണ്ണതയിലേക്ക് ആയിരുന്ന, ആരും പൂർണ്ണരല്ല, ഒരു കുറവില്ലാത്ത ഒരു സഭ എവിടെയില്ല. എന്നാൽ പൂർണ്ണതയിലേക്ക് ആയിരുന്ന ഉള്ള വെളിച്ചത്തിനനുസരിച്ച് ദൈവജനപ്രകാരം ഏറ്റവും ചേർന്ന് നിൽക്കാനായിട്ട് ഉദ്യമിക്കുകയും അതുപോലെ സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന നേതൃത്വമുള്ള സഭാ കുടിവരവുകളെ ഭാഗമായി പണിയപ്പെടുവാൻ, അങ്ങനെ ആത്മീയമായിട്ട് കർത്താവിന്റെ ആലയമായിട്ട് പണിയപ്പെടണം എന്നുള്ളൊരു കാര്യം കർത്താവ് നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം അതിന്റെ 4ാമത്തെ വാക്യം നമ്മൾ കണ്ടു, എന്റെ ജനമായുള്ളവരെ അവളുടെ അതായത് ഈ ബാബിലോണിന്റെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെ അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെ ഇരിക്കണമെങ്കിൽ അവളെ വിട്ടു പോരണം. ഇനി നിങ്ങൾ അവിടെ തന്നെ അള്ളിപ്പിടിച്ചുകൊണ്ടിരുന്ന ഇവൾക്ക് വരുന്ന ബാധയൊക്കെ നിങ്ങൾക്കും കൂടെ വരും എന്നുള്ള കാര്യമാണ് കർത്താവ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു വെക്കുന്നത്. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുകൊണ്ട്. നമ്മളിപ്പം അവളെ ദൈവം ഓർത്തു, വെളിപാട് 16:19 ഇവിടെ അവളുടെ അകൃത്യം ഓർത്തിട്ടുണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഇനി അതിലും പാപമുള്ളവരാണെങ്കിൽ പോലും കർത്താവ് നമ്മളെ പാപികൾ പ്രധാനിയാണെന്ന നമ്മെ കുറിച്ച് അതിന്റെ ദൈവത്തിന്റെ വെളിച്ചത്തിന് മുമ്പാകെ നമ്മൾ തിരിച്ചറിഞ്ഞാണ് ആ നമ്മുടെ പാപങ്ങളെ കർത്താവ് ഓർക്കുന്ന പോലും ഇല്ല. അവളുടെ പാപങ്ങളെ ദൈവം ഓർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പാപങ്ങളെ ദൈവം ഓർക്കുന്നില്ല. എത്ര വലിയൊരു കരുണ കർത്താവ്, എത്ര വലിയൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന. നന്ദിയോടെ നമുക്ക് ആ കാര്യങ്ങളെ ഓർക്കാൻ. നമുക്ക് പിന്നെ 6ാമത്തെ വാക്യം, ഇപ്പോൾ അന്തിമവചന പുസ്തകത്തിന്റെ 6ാമത്തെ വാക്യം, അതിന്റെ എക്സ്പ്ലനേഷന് സാഗ്ബറിന്റെ അന്തിമവചന പുസ്തകത്തിൽ നിന്ന് ജഗ്ബർ ഇപ്പം വായിക്കുമ്പോൾ അജ്ബർ ആ കറസ്പോണ്ടിങ് പോർഷൻ ഇപ്പം ഡിസ്പ്ലേ ചെയ്യുമല്ലോ. വാക്യം 6ഉം 7ഉം, അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവിൻ.
അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ച് കൊടുക്കുവിൻ. അവൾ കലക്കി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുക്കുവിൻ. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചിടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുക്കുവിൻ. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം ന്യായവിധി പ്രഖ്യാപിച്ചു. ബാബിലോണിന്റെ അടിസ്ഥാന സത്ത ഈ വാക്യത്തിൽ ഒരു വാചകത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി. അവൾ അന്വേഷിച്ചത് ആളുകളുടെ മാനമാണ്. എല്ലാത്തിനും ഉപരി നാം കരുതിക്കൊള്ളേണ്ടത് ഇതാണ്: സ്വന്തം മഹത്വം അന്വേഷിക്കുന്നവൻ അതിവേഗം ബാബിലോന്യ സമ്പ്രദായത്തിന്റെ ഭാഗമായി തീരും. ക്രിസ്തുവിന്റെ കാന്തയായി ആകട്ടെ യേശു ക്രിസ്തുവിനെയാണ് മഹത്വപ്പെടുത്തുന്നത്. കർത്താവേ, നീ മാത്രം യോഗ്യൻ, ഞങ്ങൾ യോഗ്യരല്ല എന്നതാണ് അവൾ പാടുന്ന പുതിയ പാട്ട്. ഈ ലോകത്തെ മതത്തിന്റെ പേരിൽ സ്ഥാനമാനമോ മഹത്വമോ പണമോ ഒന്നും അവൾ അന്വേഷിക്കുകയോ വാഞ്ചിക്കുകയോ ചെയ്യുന്നില്ല. നിരന്തരം തന്നെ താഴ്ത്തുവാനും ദാസിയായി ഇരിപ്പാനുമാണ് അവളുടെ ആഗ്രഹം. എന്നാൽ ബാബിലോൺ തന്നെത്താൻ മഹത്വപ്പെടുത്തുകയും ആഡംബരത്തോടെ സുഖിച്ചിടെ പൊള്ളയ്ക്കുകയും ചെയ്യുന്നു. അതും ക്രിസ്തുവിന്റെ നാമത്തിലാണ്. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നൽകുന്ന പണമാണ് സുഖലോലുതയ്ക്ക് വിനിയോഗിക്കുന്നത്. ബാബിലോന്യ നേതൃത്വം തങ്ങളുടെ ആഡംബരപൂർണമായ ജീവിതത്തെ ന്യായീകരിക്കുന്നത് ഈ വിധത്തിലാണ്: ഞങ്ങൾ ദൈവത്തെയാണ് സേവിക്കുന്നത്, രാജാവിന്റെ മക്കൾ ഏറ്റവും നല്ലത് അനുഭവിക്കാൻ യോഗ്യരുമാണ്. അങ്ങനെ പാവപ്പെട്ട വിധവയും ദരിദ്രരായ ജനങ്ങളും നൽകുന്ന പണം ഈ ദുഷ്ടമനുഷ്യർ ഒരു മനസാക്ഷിക്കുത്തും കൂടാതെ തങ്ങളുടെ സുഖഭോഗങ്ങൾക്കായി ചെലവിടുന്നു. ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ എവിടെയും നടക്കുന്ന മ്ലേച്ഛതയാണിത്. മറ്റുള്ളവർക്ക് ഉള്ളതിന്റെ ഇരട്ടി ശിക്ഷ ദൈവം ഇങ്ങനെയുള്ളവർക്ക് നൽകുമെന്ന് നാം വായിക്കുന്നു. യജമാന്റെ ഹിതം അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നവന് ഇരട്ടി അടി കിട്ടും. ലൂക്കോസ് 12:47. ബാബിലോൺ ഒരു രാജ്ഞിയെ പോലെ തന്റെ പാപത്തെ ചൊല്ലി കരയുന്നത് എങ്ങനെ എന്നറിയാതെ ഇരിക്കുന്നു. കർത്താവിന്റെ പണം ക്രിസ്തുവിന്റെ നാമത്തിൽ ഗംഭീര വിരുന്നുകൾക്കും പിക്നിക്കുകൾക്കും പരിഷ്കൃത ജീവിതത്തിനും ചെലവിടുന്നത് എങ്ങനെയെന്ന് മാത്രമേ അവൾക്ക് അറിയുകയുള്ളൂ. അതെ, നമ്മളിപ്പം വെളിപ്പാട് 18-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ നമ്മളിപ്പം വായിക്കുകയും സാക്ഷികളുടെ പുസ്തകത്തിൽ നിന്ന് ആദ്യപൂജ്യം പുസ്തകത്തിൽ നിന്നുള്ള എക്സ്പ്രഷൻ നമ്മൾ കേൾക്കുകയും ചെയ്തല്ലോ. അവിടെ നമ്മൾ ബാബിലോണിന് അവൾക്ക് തക്കവണ്ണമുള്ള ശിക്ഷ കൊടുക്കുവിൻ എന്നുള്ള ഒരു ശബ്ദം നമ്മൾ കേൾക്കുക. അവിടെ 6-ാമത്തെ വാക്യം: അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവിൻ. പേ ഹർ ബാക്ക് ഈവൻ as she has paid and give back to her double according to her deeds. അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ചു കൊടുക്കുവിൻ. അവൾ കലക്കി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുക്കുവിൻ. അത് ഇരട്ടി കലക്കി കൊടുക്കാൻ പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവര് അവിശ്വാസികളായിട്ടുള്ളവര്, കർത്താവിനെ അറിയാത്തവര്, കർത്താവിന്റെ നാമം എടുക്കാത്തവര്, പാപത്തിൽ ജീവിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ട്. എന്നാൽ കർത്താവിന്റെ നാമം എടുത്തുകൊണ്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അതൊരു മറയാക്കി, കർത്താവിന്റെ പേരൊരു മറയാക്കി ലോകത്തിന്റെ പിന്നാലെ, പണത്തിന്റെ പിന്നാലെ, മനുഷ്യമാനത്തിന്റെ പിന്നാലെ, ജനകസുഖങ്ങൾക്ക് പിന്നാലെ പോകുന്നത് അത് ഇരട്ടി ശിക്ഷാവിധിക്ക് യോഗ്യമാകുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഈവൻ കർത്താവ് തന്നെ മത്തായി 23-ാം അധ്യായത്തിൽ പരീശന്മാരെ കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ കടലും ഒക്കെ കടന്ന് അനേകരെ പ്രോസിലിറ്റൈസ് ചെയ്യുന്നു, അനേകരെ സുവിശേഷീകരിക്കുന്നു എന്നുള്ള രീതിയിൽ, ഇവാഞ്ചലൈസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അവരെ അങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ അവരെ ഇരട്ടി നരകത്തിന് യോഗ്യരാക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. മത്തായി 23-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ അവിടെ അതിന് 15-ാമത്തെ വാക്യത്തില്, മലയാളത്തിൽ 15-ാമത്തെ, ഇംഗ്ലീഷിൽ 15-ാമത്തെ വാക്യം തന്നെ അതിന്റെ 14ഉം 15ഉം വായിക്കുവാണെങ്കിൽ കപടഭക്തിക്കാരായ ശാസ്ത്രന്മാരും പരീശന്മാരുമുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ ഒരുതിനെ മതത്തിൽ ചേർക്കുവാൻ, അതായത് യഹൂദ മതത്തിൽ ചേർക്കുവാനായിട്ട് അവര് കടലും കരയും ചുറ്റി നടക്കുന്നു. അത്ര
അത്ര പാടുപെട്ട് അവര് ഇവാഞ്ചലൈസ് ചെയ്യുന്നു എന്നുള്ള നിലയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്ന് അങ്ങനെയുള്ള മതപരിവർത്തനം ചെയ്യാനായിട്ടൊക്കെയുള്ള പല ശ്രമങ്ങൾ, എന്നാൽ അതൊരു ദൈവത്തിൻ്റെതായ ഒരു രീതിയിലല്ല, മറിച്ച് സഭ വലുതാക്കാനായിട്ട് അവരുടെ ബിസിനസ് സാമ്രാജ്യം എന്ന വണ്ണം ഉള്ള ഈ ഒരു സഭാ വ്യവസ്ഥിതി വലുതാക്കാനായിട്ട് പല പ്രലോഭനങ്ങളിലൂടെയൊക്കെയുള്ള ആ ഒരു ഒക്കെയുള്ള ഒരു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ അത് നമ്മളിവിടെ വായിക്കുന്ന ഇതൊക്കെ അങ്ങനെ ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യരാക്കും എന്ന് പറഞ്ഞാൽ അവര് ഓൾറെഡി അവര് കർത്താവിനെ അറിയാതെ ജീവിക്കുമ്പോൾ അവര് നരകയോഗ്യരാണ്. എന്നാൽ ഇവിടെ വന്ന് അവര് ഇവരുടേതായ ഈ പരീക്ഷന്മാരെ അവരുടെ മതവ്യവസ്ഥിതിയിൽ ചേർത്ത് അവർക്ക് ദൈവമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ല എന്ന ദൈവമായിട്ട് അവര് വളരെ അടുത്ത ആരാണെന്നുള്ള രീതിയിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് എന്ന് പറഞ്ഞാൽ അവരെ അങ്ങനെ വിശ്വസിപ്പിച്ച് അവര് പിന്നെ യഥാർത്ഥത്തിലുള്ള സത്യത്തിലേക്ക് വഴി തരാതെ വണ്ണം, ചെവി കൊടുക്കാതെ വണ്ണം അവരെ കഠിനപ്പെടുത്തി അവര് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും അവരവരുടേതായ രീതി പരീക്ഷന്മാരുടെ അതേപോലെയുള്ള ആ ഒരു ഹൃദയകാഠിന്യത്തിലുള്ള ഒരു ജീവിത വ്യവസ്ഥയിൽ അതുപോലൊരു നിഗളത്തിലേക്ക് അവർ പോകുമ്പോൾ അത് ഇരട്ടിച്ച് നരകയോഗ്യരാക്കുന്നു എന്നുള്ളൊരു കാര്യം അവിടെ നമ്മൾ മത്തായി 23 14-15 വാക്യങ്ങളിൽ നമ്മളവിടെ കാണുന്നുണ്ട്. ഈവൻ നമ്മളിപ്പോ ലൂക്കോസ് 12 അധ്യായത്തിലെ ഒരു റെഫറൻസ് നമ്മളിപ്പം ആദിമോച പുസ്തകത്തിൽ വായിച്ചു. അവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? നമ്മുടെ കർത്താവ് ഒരു പാരബിൾ പറയും. ലൂക്കോസ് 12 അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ അവിടെ അതിൻ്റെ 41 മുതൽ കർത്താവ് 41-ാമത്തെ വാക്യത്തില് പത്രോസ് ചോദിക്കുക, ഈ ഉപമ പറയുന്നത് ഞങ്ങളോട് എല്ലാവരോടും ആണോ അതോ ഞങ്ങളോടോ എല്ലാവരോടും കൂടെയോ എന്ന് പത്രോസ് ചോദിച്ചതിന് കർത്താവ് പറഞ്ഞ ഒരു കാര്യം, തക്ക സമയത്ത് ആഹാരം, അതായത് ലൂക്കോസ് 12:42 ഞാൻ വായിക്കുന്നത്, തക്ക സമയത്ത് ആഹാരം വീതം കൊടുക്കേണ്ടതിന് യജമാനൻ തന്റെ വേലക്കാരുടെ മേൽ ആക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗൃഹവിചാരകൻ ആര്? നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നമ്മള് വിശ്വസ്തനും ബുദ്ധിമാനുമായ ജ്ഞാനവും വിശ്വസ്തതയുള്ള വൈസ് ആൻഡ് സെൻസിബിൾ സ്റ്റുവേർഡ് ആവണം, ഫെയ്ത്ത്ഫുൾ ആൻഡ് സെൻസിബിൾ സ്റ്റുവേർഡ് ആകണം, കാര്യവിചാരകരാകണം, ഗൃഹവിചാരകനാകണം എന്നൊരു കാര്യത്തെ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. 43-ാമത്തെ വാക്യത്തില് യജമാനം വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ, അവൻ തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കി വെക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അങ്ങനെയുള്ളവർക്ക്, അങ്ങനെ കർത്താവിന്റെ വരവെങ്കിലും ഇതുപോലെ വിശ്വസ്തയോടെ മറ്റുള്ളവർക്കുള്ള ആഹാരം, ദൈവത്തിന്റെ വചനം, ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ, അത് വിശ്വസ്തയുടെ കാര്യങ്ങൾ ചെയ്യുന്നവൻ അവന് ദൈവത്തിന്റെ വലിയൊരു പ്രസാദം ഉണ്ടാകും, കർത്താവിന് വലിയൊരു പ്രസാദവും പ്രതിഫലവും ഉണ്ടാകും കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിൽ എന്നുള്ള കാര്യം നമ്മളോട് വായിക്കുന്നേ. സകലത്തിലും വിചാരകനാക്കി അവനെ അനേകം നഗരങ്ങൾക്ക് അതോറിറ്റി, അധികാരം കൊടുക്കുന്നുള്ള തരത്തിലുള്ള ഒരു ഈവൻ ലൂക്കോസ് 19-ാം അധ്യായത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുവാണെങ്കിൽ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അങ്ങനെ വിശ്വസ്തയോടെ ചെയ്യുന്നവർക്ക് എന്താ അതോറിറ്റി ഓവർ 10 cities. ലൂക്കോസ് 19-17 വാക്യത്തില് അവനോട് വന്ന് നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കുക എന്ന് ഏൽപ്പിച്ചു. ഏറ്റവും അധികം കർത്താവിനോട് വിശ്വസ്തനായിട്ട് കാര്യങ്ങൾ ചെയ്തവന് 10 പട്ടണം, അതിന് ശേഷമുള്ളതിന് 5 പട്ടണം, അങ്ങനെയൊക്കെയുള്ള ദൈവം കർത്താവിന്റെ ആ ഒരു സഹസ്രാബ്ദ വാഴ്ചയില് ദൈവത്തോട് നാം കർത്താവിനോട് അധികാരം പങ്കിടുമ്പോൾ കർത്താവിനോട് ഏറ്റവും വിശ്വസ്തരായവർക്കുള്ള പ്രതിഫലം, അതിനുശേഷമുള്ളവരുടെ പ്രതിഫലം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം തിരിച്ച് നമ്മൾ ലൂക്കോസ് 12 വരുമ്പോൾ കർത്താവിന്റെ പ്രസാദം ഉള്ളത് ആർക്കാന്നുള്ള പറഞ്ഞതിന് ശേഷം 45-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത്, എന്നാൽ ദാസൻ പറയുക, യജമാനൻ താമസിച്ചേ വരികയുള്ളൂ, യേശു വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവര് പുലി വരുന്നതെന്ന് പറഞ്ഞ് കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞു, പുറത്ത് പറഞ്ഞില്ല. പുറത്ത് പറഞ്ഞ അയ്യോ അത് സഹോദരൻ ബാക്സ്ലൈഡിൽ പോയി പിന്മാറ്റത്തിൽ പോയി എല്ലാവരും അറിയാം. അപ്പൊ ഹൃദയത്തിൽ പറഞ്ഞിട്ട് കർത്താവ് ഇപ്പോഴൊന്നും വരുന്ന ലക്ഷണമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ അതുപോലൊക്കെ നടക്കുക എന്ന് പറഞ്ഞ് ബാല്യക്കാരികളെയും തല്ലുവാനും, അതായത് ആഹാരം കൊടുക്കുന്നതിന് പകരം വചനം അവർക്ക് വേണ്ടുന്ന ആത്മീയ പോഷണം കൊടുക്കുന്നതിന് പകരം അവരെ കണ്ടം ചെയ്യുന്ന രീതിയിൽ, അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, അവരെ ബന്ധിച്ചിടുന്ന രീതിയിൽ, അവർക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത രീതിയിൽ, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ അനുസരിക്കണം. ഇന്ന് തന്നെ ക്രിസ്ത്യ എന്ന് പറയുന്ന ലോകത്ത് തന്നെ പല പാസ്റ്റർമാരെന്ന് പേരെടുത്ത ആൾക്കാരും, പല സഭാമേലധ്യക്ഷന്മാരും, മതമേലാളികളും ഒക്കെ അവരുടെ കീഴിലുള്ളവരെ മേലെ അങ്ങ് ലോഡ് ഓവർ ചെയ്ത് അവരെ അങ്ങ് ഭരിച്ച്
നിങ്ങൾ അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, എല്ലാത്തിനും റൂളും റെഗുലേഷനും, ഒരു കൾട്ട് മാതിരി അന്താരാധന സമൂഹങ്ങളിൽ അതുപോലെ അതിന്റെ എക്സ്ട്രീംസ് ഉണ്ട്. എന്നാൽ ബാക്കിയുള്ള ഇടങ്ങളിൽ എല്ലാത്തിനും അവർക്ക് പാസ്റ്ററോട് ആലോചന ചോദിക്കണം, അതിനെ പാസ്റ്ററോട് ആലോചന ചോദിക്കണം, ഇത് അച്ഛനോട് ചോദിക്കണം, ഇത് കൊച്ചമ്മയോട് ചോദിക്കണം. ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള എല്ലാത്തിനും ഒരു നിയന്ത്രണവും കാര്യങ്ങളും ഇന്ന് യഥാർത്ഥത്തിലുള്ള സഭയിലും അതിൻ്റെതായ അച്ചടക്കവും അധികാരങ്ങളും ആത്മീയ അധികാരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്ന് ആ ഒരു ദേഹീപരമായ രീതിയിൽ കാണലായിട്ടുള്ള പല ലോഡിങ് ഓവർ, മറ്റുള്ളവരെ തല്ലുന്ന രീതിയിലുള്ള ഒരു യഥാർത്ഥത്തിലുള്ള ആത്മീയ ഭവനത്തിലും ശിക്ഷണവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ജഡികമായിട്ടുള്ള രീതിയിലുള്ള തല്ലുന്ന, മറ്റുള്ളവരെ കണ്ടം ചെയ്ത് മറ്റുള്ളവരെ കുറ്റബോധത്തിലേക്ക്, ആ ഒരു കോണ്ടംനേഷൻ, ആ ഒരു കുറ്റബോധത്തിലേക്കും അവരെ ആ ഒരു നിരാശയിലേക്കും ഒക്കെ ഓരോ ചിലരൊക്കെ വന്ന് പറയാറുണ്ട്. ഇങ്ങനെ ഓരോരുത്തർ പ്രവാചകന്മാർ സോക്കോൾഡ് പ്രവാചകന്മാരുടെ അടുത്ത് പോയി അവർ ഇങ്ങനെ പറഞ്ഞു, അതിന് ശേഷം ഡിപ്രഷൻ ആയിപ്പോയി ആ പ്രവചനമൊക്കെ കേട്ടിട്ട്. അത് എന്തുവരെ പ്രവചനമായിരിക്കും. അങ്ങനെ ആൾക്കാരെ ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള കള്ളപ്രവചനങ്ങളും അങ്ങനെയൊക്കെയുള്ള അത് തല്ലുന്ന ഒരവസ്ഥ. അതാണ് നമ്മളിവിടെ തല്ലുവാനും തിന്നുകുടിച്ച് 45-ാമത്തെ വാക്യം ലൂക്കോസ് 12:45 ബാബിലോണ് ഇരട്ടി ശിക്ഷാവിധി കിട്ടുന്ന കാര്യം പറയുക നമ്മളിവിടെ. അതാ നമ്മൾ വായിക്കുന്നത്. താമസിച്ച് വരികയുള്ളൂ എന്ന് പറഞ്ഞ് ബാല്യക്കാരത്തികളെ സ്ത്രീകളെയും വെറുതെ വിട്ടില്ല, തല്ലുവാനും തിന്നുകുടിച്ച് മതിക്കുവാനും അവർ സുഖലോലുപതയില് ലോകമയത്വമാകുന്ന സുഖലോലുപതയിൽ അങ്ങ് മതിച്ച് വാഴുക. അങ്ങനെ തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസന്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവന് അവിശ്വാസത്തോടുകൂടി പങ്കുകൽപ്പിക്കുകയും ചെയ്യും. അവിശ്വാസത്തോട് പങ്കുകൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോയി. അപ്പം ചില കാൽവിനിസ്റ്റ് ദുരുപദേശക്കാർ പറയുന്നത് രക്ഷ ഒരിക്കലും നഷ്ടപ്പെടത്തില്ലെന്ന്. ഇവിടെ സഭയുടെ ഉത്തരവാദിത്വമുള്ള ഒരു സഹോദരന്റെ അവസ്ഥയാണ് പറയുന്നത്. അവിടെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു സഹോദരൻ എന്ന് അവന് മറ്റുള്ളവരെ തല്ലാനും അടിക്കാനും ഇടിക്കാനും ഒക്കെ പോയി. അവസാനം കർത്താവ് വന്നപ്പോഴത്തേക്കും അവിശ്വാസികളുടെ കൂടെ പങ്കു കൊടുത്തു എന്ന് പറഞ്ഞാൽ അവൻ ഇത് നരകത്തിലേക്ക് പോയി എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള കാര്യം. യജമാന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് 47-ാമത്തെ വാക്യം, യജമാന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളണം. he will receive many lashes. അറിയാതെ കൊണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവന് കുറച്ച് അടികൊള്ളും. ചിലർക്ക് അവർക്ക് അത്രയും വെളിച്ചമില്ലായിരുന്നു എന്ന് അവർക്കും അടികൊള്ളു. എന്താ വെച്ചാൽ അവർക്ക് വെളിച്ചമില്ലാത്തതിന്റെ ഒരു കാരണം എന്തായിരിക്കാം? അവര് ദൈവത്തെ അതിനായിട്ട് അന്വേഷിച്ചില്ല. ആർക്കാ ദൈവം വെളിച്ചം കൊടുക്കുന്നത്? ജ്ഞാനികളെയും വിവേകികളെയും മറച്ചു ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അവര് ആ ശിശുഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കാത്തതുകൊണ്ട് അവർക്ക് വെളിച്ചമില്ലാത്തതുകൊണ്ട് അവർക്കും അടികൊള്ളു. എന്നാൽ ഇതെല്ലാം കാര്യങ്ങളെല്ലാം അറിഞ്ഞു, ഒത്തിരി പരിജ്ഞാനവും ഒത്തിരി അറിവും കാര്യങ്ങളും എല്ലാം സമ്പാദിച്ചു, എല്ലാം കേട്ടു. എന്നാൽ അതിനുശേഷവും തനിക്ക് തോന്നിയ പടി അങ്ങ് ജീവിക്കാനും തുടങ്ങി. ആൾക്കാരെ വഞ്ചിക്കാനും അടിക്കാനും ഇടിക്കാനും ഒക്കെ തുടങ്ങി. അക്ഷരികളിൽ അടിയിടിയല്ല, മറിച്ച് അവരെ നാവുകൊണ്ട് അടിക്കുകയും ചെയ്യുക, അവരെ വേദനിപ്പിക്കുകയും കുത്തി നോവിക്കുകയും പരസ്യമായിട്ട് അവഹേളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവന് കുറച്ച് അടികൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും. അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. ഞാൻ പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയുന്ന റെഫറൻസ് ആയി ലൂക്കോസ് 12:48. ഇങ്ങനെ ഓർക്കുന്ന വെച്ചാൽ 12:4 12:48 ഇങ്ങനെ he who was received more അത് നമ്മളോട് വായിക്കുന്നത് ഫ്രം എവരിവൺ ഹു ഹാസ് ബീൻ ഗിവൺ മച്ച് വിൽ ബി റിക്വയർഡ്. കൂടുതൽ കിട്ടിയവനോട് കൂടുതൽ ചോദിക്കും. നമുക്ക് ദൈവം അതുകൊണ്ടാണ് നമ്മള് സാങ്ക്വറൊക്കെ തന്നെ പലപ്പോഴും പറയാറുള്ള CFC സഭകളിൽ നിങ്ങൾക്ക് അനുസരിക്കാന് കർത്താവിനായിട്ട് സമർപ്പിച്ച് കർത്താവിനെ അനുസരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ കൂട്ടങ്ങളിൽ വരരുതെന്ന് പറയുന്നത് വെച്ചാൽ അത് കൂടുതൽ ശിക്ഷാവിധിക്ക് കാരണമാകുന്ന. നമുക്ക് അനുസരിക്കാനും കർത്താവിനെ പിൻപറ്റുവാനുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ വിടുവിക്കുന്ന വചനങ്ങളായിരിക്കും. എന്ന് നമുക്ക് അനുസരിക്കാൻ താല്പര്യമില്ല, കുറച്ച് കാര്യങ്ങൾ അറിയണം. ആ ഒരു അറിവിന് വേണ്ടി മാത്രമാണ് നമ്മൾ ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ കിട്ടിയവനോട് കൂടുതൽ ചോദിക്കും എന്നുള്ള കാര്യമാണ് ലൂക്കോസ് 12:48 നമ്മൾ വായിക്കുന്നത്. നമ്മൾ തിരിച്ച് വെളിപാട് 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താ നമ്മൾ അവളെ കുറിച്ച് വായിക്കുന്നത്? അപ്പം അതിന്റെ 6-ാമത്തെ വാക്യം, ഇരട്ടിച്ചു കൊടുക്കുകയും അവൾ കലക്കി തന്ന പാനപാത്രത്തില് ഏത് മെഷറിലാണോ അവളുടെ കലക്കി തന്ന ഏതൊരു അളവുകളിലാണോ കലക്കുന്നത് അതിന്റെ ഇരട്ടി കലക്കി കൊടുക്കുകയും അവർ ദൈവത്തിന്റെ ക്രോധമദ്യം, അവളുടെ ഇമ്മൊറാലിറ്റിയുടെ മദ്യത്തെക്കുറിച്ച് നമ്മളവിടെ വെളിപാട് 17-ന്റെ 1-ാമത്തെ വാക്യത്തിന് മലയാളത്തില് നമ്മൾ വായിക്കുന്നുണ്ട്. വേശ്യാവൃത്തിയുടെ മദ്യത്താൽ എന്ന് വായിക്കുന്നുണ്ട്. ഇംഗ്ലീഷില് ഡ്രങ്ക് വിത്ത് വൈൻ ഓഫ് ഇമ്മൊറാലിറ്റി. അവളുടെ വേശ്യാവൃത്തിയുടെ മദ്യം, അവളുടെ ലോകമയത്വത്തിന്റെ വേശ്യാവൃത്തി എന്ന് പറഞ്ഞാൽ ആത്മീയ വേശ്യാവൃത്തി ലോകമയത്വമാണ്. ലോകമയത്വത്തിന്റെ
മദ്യത്തെക്കുറിച്ച് അവൾ ഏത് പാത്രത്തിലാണോ കലക്കി എല്ലാവരും കുടിപ്പിച്ച് അതിൽ തന്നെ ഡബിൾ സ്ട്രെങ്തില് കാര്യങ്ങൾ കൊടുക്കാൻ നമ്മൾ അവിടെ വായിക്കുക, ഇരട്ടി കലക്കി കൊടുക്കുകയും എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 7ാമത്തെ വാക്യം നമ്മളത് അന്ത്യവചന പുസ്തകത്തിൽ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞ് കേട്ടു. എന്താ? അവൾ തന്നെ മഹത്വപ്പെടുത്തി പുളച്ചിടത്തോളം തന്നെ മഹത്വപ്പെടുത്തി. അവളുടെ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അവള് കർത്താവിനെ മഹത്വപ്പെടുത്തിയില്ല, വേണ്ടുന്ന മഹത്വം കർത്താവിന് കൊടുത്തില്ല. അവള് ചിലപ്പോൾ വാക്കിൽ കർത്താവിനെല്ലാം മഹത്വം, ഞാനല്ല സൗഖ്യമാക്കിയത്, കർത്താവ് സൗഖ്യമാക്കിയെന്ന് പറഞ്ഞ് സ്റ്റേജിൽ ഓരോരുത്തരെ ഉള്ള സാക്ഷ്യം ഇല്ലാത്ത സാക്ഷിയൊക്കെ പറയിപ്പിക്കാൻ വിളിച്ച്, പിന്നെ അവസാനം എന്താ സ്തോത്ര കാഴ്ച എല്ലാം കൂടെ ഡൊണേറ്റ് എല്ലാം സ്തോത്ര കാഴ്ചപ്പെട്ടിയിലെല്ലാം പോരട്ടെ. എന്തിനാ? ഈ വലിയ മെഗാസ്റ്റാറിന് സ്വന്തമായിട്ട് ഈ പണം എല്ലാം അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി. അങ്ങനെയൊക്കെയുള്ള തന്നെ മഹത്വപ്പെടുത്തി, ആ തന്നെ മഹത്വപ്പെടുത്തുന്നത് നമ്മളാരും അങ്ങനെ ചെയ്യുന്നില്ലായിരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജഡത്തിലും എപ്പോഴും നമ്മെ തന്നെ ഉയർത്താനുള്ള ഒരു അങ്ങനെയുള്ളൊരു തിരുനിറഞ്ഞ ജഡം നമുക്കുള്ളത്. എന്നാൽ നമ്മെ തന്നെ താഴ്ത്തുന്നവൻ കർത്താവ് അവരെ ഉയർത്തും എന്നുള്ളത് മത്തായി 23:12 വാക്യത്തിലും ലൂക്കോസ് 14:11 വാക്യത്തിലും ലൂക്കോസ് 18:14 വാക്യത്തിലും ഒക്കെ 3 തവണ നമ്മളത് വചനത്തിൽ കാണുന്നുണ്ട്. തന്നെ താഴ്ത്തുന്നത് ഉയർത്തപ്പെടും, തന്നെ ഉയർത്തുന്നത് താഴ്ത്തപ്പെടും. മത്തായി 23:12, ലൂക്കോസ് 14:11, പിന്നെ ലൂക്കോസ് 18:14 വാക്യത്തിലൊക്കെ കർത്താവ് ഉപമകൾ പറഞ്ഞ ലൂക്കോസ് 14 അധ്യായത്തിലും ഒരു ഉപമ പറഞ്ഞിട്ടാണ് ഒരു വിരുന്നിനെ ചെല്ലുമ്പോൾ ആദ്യം ചെന്ന് മുമ്പിലത്തെ സീറ്റ് ചെന്നിരുന്ന് എന്നാൽ പിന്നീട് പുറമോട്ട് പോകുന്ന ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് കർത്താവ് ലൂക്കോസ് 14:11 പറയുന്നുണ്ട് തന്നെ താഴ്ത്തുന്നത് ഉയർത്തുന്നത് താഴ്ത്തപ്പെടും. പിന്നെ ലൂക്കോസ് 18 അധ്യായത്തിൽ ചുങ്കക്കാരന്റെയും പരീക്ഷന്റെയൊക്കെ ഉപമ പറഞ്ഞിട്ട് അതേ കാര്യം കർത്താവ് പറയുന്നുണ്ട്. പിന്നെ മത്തായി 23 അധ്യായത്തിൽ പരീക്ഷന്മാരെ ശാസിക്കുമ്പോൾ കർത്താവ് വീണ്ടും ആ കാര്യം പറയുന്നത് നമ്മൾ വായിക്കുന്നത് വചനത്തിൽ കർത്താവ് അത് എത്രമാത്രം ഊന്നി പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് എപ്പോഴും അവർക്ക് മുമ്പാകെ ഒരു വട്ടപ്പൂജുമായിട്ട് താഴ്മയിലായിരിക്കാൻ എന്നെ സഹായിക്കണമെന്നുള്ളൊരു നിലവിളിയാണ് നമ്മുടെ ഹൃദയത്തിലും വേണ്ടത്. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച കണ്ടതുപോലെ ആരാ വീഴാത്തേന്ന് ചോദിച്ച് കർത്താവിന് മുമ്പാകെ സാഷ്ടാംഗം കമന്ന് കിടക്കുകയാണ്. മുഖം പൊടിയിലാഴ്ത്തിക്കൊണ്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് വീഴാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ വീണ് കിടക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ വീഴാൻ പറ്റത്തില്ല. നമ്മള് തല ഉയർത്തി എഴുന്നേക്കാനോ ഓടാനോ ചാടാനോ ഒക്കെ പോകുമ്പോഴാണ് നമ്മൾ വീണ് പോകുന്നത്. നമ്മൾ മുമ്പാകെ താഴ്മയോട് വട്ടപ്പൂജുമായിട്ട് താഴ്മയിൽ നമ്മൾ തന്നെ നമുക്കുള്ള വെളിച്ചത്തിൽ നമുക്ക് ദൈവം കൂടുതൽ വെളിച്ചം തരുന്ന നമുക്കുള്ള വെളിച്ചത്തിൽ നമ്മൾ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മ നമ്മളിലൊന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കും. കർത്താവിന്റെ കൽപ്പനകളെ അനുസരിപ്പാനും കർത്താവിനെ കേൾപ്പാനും കർത്താവിനെ അനുസരിപ്പാനും ഒക്കെ കർത്താവ് നമ്മളെ സഹായിക്കും. എന്നാൽ നമ്മളെ തന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മളെ തന്നെ ഉയർത്തിക്കൊണ്ട് ഞാൻ അയ്യോ ഭാവം ഞാനേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പുളച്ചിടത്തോളം ലിവ്ഡ് സെൻസ്ലെസ്ലി ടു ദ ഡിഗ്രി ദാറ്റ് ഷി ഗ്ലോറിഫൈഡ് ഹെർസെൽഫ് ആൻഡ് ലിവ്ഡ് സെൻസ്ലെസ്ലി. അതായത് അവളുടെ കാമവികാരങ്ങൾക്ക് ഒപ്പവണ്ണം, അത് അക്ഷരികമായിട്ടുള്ള കാമവികാരങ്ങളുണ്ട്, അത് മാത്രമല്ല ആത്മീയമായിട്ടുള്ള വ്യഭിചാരം എന്ന് പറയുന്ന ആ ലോകമായിട്ടും അത് കൺമോഹം ജഡമോഹം ജീവിതത്തിന്റെ പ്രതാപം നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങൾ. ഏതൊരു അളവിൽ അവൾ തന്നെ മഹത്വപ്പെടുത്തി ആ ഒരു ഭോഗേച്ഛകൾക്ക് ഒത്തവണ്ണം ജീവിച്ചോ അതിനൊത്തവണ്ണം പീഡയും ദുഃഖവും കൊടുക്കുകയും ജീവിതത്തെ ഏറ്റവും റൈച്ചസ് ആയിട്ട് ഏറ്റവും കൃത്യമായിട്ടാണ് എല്ലാം ശിക്ഷ വിധിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കാടടിച്ച് പിടികൂടുന്നതൊക്കെ എല്ലാം കൂടി ഇരിക്കട്ടെ എന്നും പറഞ്ഞല്ല, ഓരോരുത്തർക്കും അവരവർക്ക് ചെയ്തതിനൊത്തവണ്ണം അത് നല്ലതായാലും തീയതായാലും എന്നൊക്കെ കാര്യം നമ്മൾ റോമർ 2-ാം അധ്യായത്തിലും വെളിപ്പാട് 22-ാം അധ്യായത്തിലും ഒക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. നമ്മളെ ചെയ്തതിനൊത്തവണ്ണം കർത്താവ് ചെയ്തതിനൊത്തവണ്ണം എന്ന് പറയുമ്പോൾ പുറമേയുള്ള കാര്യങ്ങൾ മാത്രമല്ല, അകമേയുള്ള നമ്മുടെ മനോഭാവവും നമ്മുടെ രഹസ്യത്തിൽ ചെയ്ത കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ നമ്മളെ പുറമേയുള്ള കർത്താവിന്റെ ഫൈനൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സാങ്ക്ച്വറിന് കേട്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളത് 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തില ഒന്ന് രഹസ്യത്തിൽ മറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാല് നമ്മളുടെ അകമേയുള്ള നമ്മളുടെ ചിന്തകളും മനോഭാവങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും മോട്ടീവ്സ്, ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, തോട്ട്സ്, അകമയുള്ള കാര്യങ്ങൾ. പിന്നെ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ലൈഫ്. അപ്പോൾ നമ്മൾ പുറമേ പല കാര്യങ്ങൾ ചെയ്യുന്നു, എന്നാൽ എന്ത് മനോഭാവത്തോടെ എന്ത് ചിന്തകളോടെ എന്ത് ലക്ഷ്യങ്ങളോടാണ് നമ്മൾ പുറമേ പല കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. നമ്മൾ പുറമേ ഒരാൾക്ക് നന്മ ചെയ്യുന്നു, അല്ലെങ്കിൽ പുറമേ നമ്മൾ വചനം സംസാരിക്കുന്നു, അല്ലെങ്കിൽ പുറമേ നമ്മൾ പല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, എന്നാൽ അതിനല്ല മാർക്ക് കിട്ടുന്നത്. മാർക്ക് എന്തിനാ കിട്ടുന്നത് വെച്ചാൽ അത് കർത്താവിന്റെ സ്നേഹത്താല് കർത്താവിന്റെ നാമോഹത്വത്തിനായിട്ട് കർത്താവിനോടുള്ള കർത്താവിന്റെ നാമം മഹത്വപ്പെടണം, ഞാനോ കുറയണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നമ്മളെ ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ ശക്തിയാണ് ദൈവത്തിലേക്ക് റോമർ 11:36 പറയുന്നതൊക്കെ ആണെങ്കിൽ അവിടെ മാർക്ക് വീഴും. എന്നാൽ
നമ്മളത് മനുഷ്യരെ കാണിക്കാൻ വേണ്ടി മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വട്ടപൂജ്യം വീഴും. പിന്നെ അതാ പുറമേ പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കർത്താവ് നോക്കുന്നത് എന്താ, നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള മോട്ടീവ്സ്. പിന്നെ നമ്മളുടെ പ്രൈവറ്റ് ലൈഫ് വേറെ ആരും ഇല്ലാതിരിക്കുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നേ, നമ്മളെന്താ ചിന്തിക്കുന്നേ, നമ്മളുടെ വാക്കുകൾ എങ്ങനെ, നമ്മളുടെ പ്രവൃത്തികൾ എങ്ങനെ, നമ്മളുടെ ചിന്തകളും കാര്യങ്ങളും, നമ്മുടെ പ്രൈവറ്റ് ലൈഫ് വേറെ ആർക്ക് അറിയാത്ത സമയത്തുള്ള നമ്മുടെ കുടുംബജീവിതമാവട്ടെ, നമ്മുടെ സ്വകാര്യ വ്യക്തി ജീവിതമാവട്ടെ, ആ കാര്യങ്ങൾ എന്നാൽ അതിനൊത്തവണ്ണമുള്ള മാർക്കായിരിക്കും അന്ന് കിട്ടും. അപ്പൊ അതുപോലെ തന്നെ ശിക്ഷാവിധിയുടെ കാര്യം പറയുമ്പോൾ അവളെ ടു ദ ഡിഗ്രി ദാറ്റ് ഷീ ഗ്ലോറിഫൈഡ് ഹിംസെൽഫ്, എത്രത്തോളം അവള് തന്നെ ഉയർത്തിയോ അതിനനുസരിച്ച് അവൾക്ക് കൊടുക്കുകയും, കർത്താവ് എത്രത്തോളം തന്നെ താഴ്ത്തിയോ അതിനനുസരിച്ച് പിതാവ് സകലനാമത്തിന് മേലായിട്ട് കർത്താവിനെ ഉയർത്തിയതായിട്ട് നമ്മൾ ഫിലിപ്പിയർ 2:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. കർത്താവ് എത്ര റൈച്ചസ് ആയിട്ടാ കാര്യങ്ങൾ ചെയ്യുന്നേ. കർത്താവ് യേശു കർത്താവ് തന്നെ താഴ്ത്തി, യേശു കർത്താവ് തൃത്വത്തിന്റെ രണ്ടാമനായതുകൊണ്ട് സകലനാമത്തിന് മേലായിട്ട് യേശുവിനെ ഉയർത്തി എന്നല്ല നമ്മളവിടെ ഫിലിപ്പിയർ 2:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. തന്നെ എല്ലാത്തിനും താഴ്ത്തി. അവിടെ ദൈവത്തോട് സമനായിരിക്കും മനുഷ്യനായിട്ട് കാണപ്പെട്ടപ്പോൾ കർത്താവ് ഒരു അടിമദാസനായിട്ട് പോരാഞ്ഞിട്ട് കർത്താവ് ക്രൂശിലെ ഒരു കുറ്റവാളി എന്നവണ്ണം തന്നെ മരണത്തോളം താഴ്ത്തി. അങ്ങനെ ഏറ്റവും താഴ്ത്തിയതുകൊണ്ട് പിതാവ് എല്ലാ നാമത്തിനും മേലായിട്ട് ഉയർത്തി എന്ന് പറയുന്നത് പോലെ ഏറ്റവും അധികം കർത്താവിനോട് നിത്യതയിൽ ചേർന്നിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ കർത്താവ് കഴിഞ്ഞിട്ട് ഏറ്റവും അധികം തന്നെ താഴ്ത്തിയത് ആരാണോ, ഇത് മനുഷ്യനാണോ, ഇത് മനുഷ്യ സ്ത്രീയാണോ, അവനായിരിക്കും അല്ലെങ്കിൽ അവളായിരിക്കും കർത്താവിന്റെ വലത്തും ഇടത്തും ഇരിക്കുന്നതെന്ന് നമ്മളെ വേറെയും കേട്ടിട്ടുണ്ടല്ലോ. അപ്പം തന്നെ താഴ്ത്തുന്നതിന് ദൈവം ഉയർത്തും. ഇവിടെ ആണെങ്കിലും ഇവിടെ ഉയർത്തുന്ന പറഞ്ഞാൽ ദൈവത്തിന് ആത്മാവിന്റെ അഭിഷേകം തന്ന്, ദൈവത്തിന്റെ വെളിപ്പാടുകൾ തന്ന്, ദൈവത്തിന്റെ സ്വഭാവം തന്ന് നമ്മളെ ഉയർത്തും. നിത്യതയിലും നമ്മളെ കർത്താവിനോട് ചേർന്നിരിക്കും കാന്തയായിട്ടും. എന്നാൽ ഏതൊരളവിൽ നമ്മെ തന്നെ ഉയർത്തുന്നോ അതിനനുസരിച്ച് നല്ല കൊട്ട് കിട്ടും. അതാ നമ്മൾ 7-ാമത്തെ വാക്യത്തില് അവൾ തന്നെ മഹത്വപ്പെടുത്തി പുളച്ചെടുത്തോളം അവൾ പുളയ്ക്കുക എന്നുള്ള വാക്ക് ഒരു സ്റ്റെനോസ് എന്നുള്ള ഒരു ഗ്രീക്ക് പദമാണ്. ഒരു സ്ട്രോങ് അവളുടെ ആ ഒരു സ്വന്തം ശക്തിയിലുള്ള ഒരു ലോകമൈത്വത്തോടുള്ള ഒരു ജീവിതം. അവൾക്ക് പീഡയും ദുഃഖവും കൊടുക്കുകയും രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു. അവള് പറഞ്ഞ എന്തുവാന്നറിയാവോ? അവള് വിധവയൊന്നുമല്ല, ഞാൻ വിധവയല്ല, ഞാൻ രാജ്ഞിയായിട്ട് ഇരിക്കുക, ഞാൻ മഹാറാണിയാണ്, ദുഃഖം കാണുകയില്ല. ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെ വളരെ സർവാഭരണ വിഭൂഷിതയായിട്ട് സകല സുഖ സമ്പന്നയായിട്ട് ഞാനിങ്ങനെ വിരാജിച്ചുകൊണ്ടേയിരിക്കും. അവളുടെ ആ ഒരു നടപ്പും ഭാവവും ഇരിപ്പും ഭാവവും ഒക്കെ നമ്മൾ ഇവിടെ 17-ന്റെ 3-4 വാക്യങ്ങളിലൊക്കെ കണ്ടു. അതുപോലെയുള്ള ഒരു ആഡംബരം കാര്യങ്ങളുമൊക്കെ. ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. ആ വാക്ക് ആക്ച്വലി ഞാൻ വിധവയല്ല, ഞാൻ രാജ്ഞിയായിരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയില്ല എന്നൊക്കെയുള്ള അത് എവിടെ നിന്നാണ് പറയുന്നത്? വെളിപാട് പുസ്തകത്തിൽ അത് കോട്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ്. നമ്മൾ യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ യെശയ്യാവ് 47-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ നമ്മൾ പണ്ട് ജീവമൊഴികളുടെ ഒരു എഡിറ്റോറിയലില് ജോജി ബേറി കാര്യങ്ങൾ എഴുതുകയും പിന്നെ ഈവൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവിടെ ജോസൂട്ട് ബേറിന്റെ വീട്ടില് അവിടെ ഉള്ള ആ മീറ്റിങ്ങിലും ജോജി ബേർ വന്ന് സംസാരിച്ചപ്പോൾ ഈ വചനത്തിന്റെ റെഫറൻസസ് എടുത്ത് പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെശയ്യാവ് 47-ാം അധ്യായത്തിന്റെ അവിടെ ആ ഒരു ബാബിലോണിന്റെ ആത്മാവും ക്രിസ്തുവിന്റെ ആത്മാവും തമ്മിലുള്ള വലിയൊരു കോൺട്രാസ്റ്റാണ്. യഥാർത്ഥത്തിലുള്ള സഭയെ ദൈവം ഒരു വിധവയോട് ഉപമിക്കുന്നതായിട്ടാണ് നമ്മൾ ലൂക്കോസ് 18-ാം അധ്യായത്തിൽ വിധവയുടെ ഉപമ, വിധവ ആ ന്യായാധിപരെടുക്കുക എന്ന് അവ മുട്ടിപ്പായിട്ട് അപേക്ഷിക്കുന്ന ഒരു വിധവയോടാണ്. വിധവ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വിധവമാര് പോലെയല്ല. അന്നത്തെ കാലത്ത് ഒരു വിധവ അവൾക്ക് ആമക്കളും ഇല്ല, ഭർത്താവ് മരിച്ചുപോയി, വിധവയായി, ആമക്കളും ഇല്ല എന്നുണ്ടെങ്കിൽ അവളുടെ കാര്യം വളരെ പരിതാപകരമായിട്ടുള്ള കാര്യമാണ്. ആരും അവളെ വേണ്ടവണ്ണം പല ചൂഷണങ്ങളും പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവൾക്ക് അതിജീവിക്കാൻ നേരിടേണ്ട വന്നേക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു വിധവയോടാണ് കർത്താവ് ഒരു വിശ്വാസിയെ, ഒരു സഭയെ ഉപമിക്കുന്നതായിട്ട്, യഥാർത്ഥത്തിലുള്ള ദൈവസഭയെ ഉപമിക്കുന്നതായിട്ട് നമ്മൾ ഇവിടെ ലൂക്കോസ് 18-ാം അധ്യായത്തിൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഒരു ഉപമ പറയുന്നത് നമ്മൾ അവിടെ ആദ്യത്തെ 8 വാക്യങ്ങളിൽ വായിക്കുന്ന വിശ്വാസം കാണുമോ, കർത്താവ് വരുമ്പോൾ മനുഷ്യപുത്രം വരുമ്പോൾ വിശ്വാസം കാണുമോ എന്നൊക്കെ കർത്താവ് ആ ഉപമ കഴിഞ്ഞിട്ട് ചോദിക്കുന്നത്. അപ്പൊ ആ യഥാർത്ഥത്തിലുള്ള ഒരു സഭയുടെ ഒരു ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ആത്മാവിന്റെ ദാരിദ്ര്യമാണ്. കർത്താവേ, ഞാൻ ഒരു വിധവ എന്ന വണ്ണം കർത്താവേ അങ്ങ് എനിക്ക് ന്യായം തീർക്കാതെ എനിക്ക് ഒന്നുമില്ല കർത്താവേ, അങ്ങാണ് എനിക്ക് ആശ്രയമായിട്ടുള്ളത്. പക്ഷെ ഇത് രാജ്ഞിയുടെ ആത്മാവെന്ന് പറഞ്ഞാൽ എനിക്കാരും വേണ്ട, ഞാനിവിടെ അഹാബിന്റെ വൈഫ് ഇസബേൽ രാജ്ഞിയുടെ കാര്യമൊക്കെ നമ്മൾ
രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ അവിടെ എത്ര ധാർഷ്ട്യത്തോടെ ഭർത്താവിനെ നിയന്ത്രിച്ച് പല പ്രവാചകന്മാരെ കൊല്ലാനും അങ്ങനെയൊക്കെയുള്ള ഒരു രാജ്ഞിയായിട്ട് അങ്ങ് ഇരിക്കുവാണ്. അപ്പൊ അതുപോലെ ആ ഒരു ആത്മാവാ ഇവിടെ ബാബിലോണിന്റെ ആത്മാവ്, അത് മഹാവേശി എന്നൊക്കെ അവളെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ ചരിത്രത്തിലും വായിക്കുന്ന നിമ്രോദിന്റെ വൈഫായിട്ടുള്ള സെമിരാമീസിനെ കുറിച്ച്, സെമിരാമീസും തമ്മൂസിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വായിച്ചല്ലോ. അപ്പൊ ആ സെമിരാമീസൊക്കെ അതുപോലുള്ളൊരു സ്ത്രീ ആയിരുന്നു. അങ്ങനെ ചരിത്രത്തിൽ പല സ്ത്രീകളൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അതുപോലുള്ള ദൈവത്തിന്റെ ന്യായവിധിയിലേക്ക് പോയ കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. അത് നമ്മളിപ്പോൾ താഴോട്ട് വായിക്കുമ്പോഴും യെസബേലിന്റെ കാര്യം താഴോട്ട് വരുമ്പോഴും നമ്മൾ വായിക്കുന്നുണ്ട്. ജെസബേലിന്റെ കാര്യം ഷി വിൽ ബി ത്രോൺ ഡൗൺ. യെസബേലിന്റെയും ന്യായവിധി അവളെ മുകളിൽ നിന്ന് താഴേക്ക് അവളുടെ ഓഫീസേഴ്സ് അവളെ തള്ളിയിടുന്ന കാര്യം യേഹൂ പറഞ്ഞപ്പോൾ തള്ളിയിടുന്ന ഒരു കാര്യവും ഒക്കെയാണ് നമ്മളവിടെ വായിക്കുന്നത്. അങ്ങനെയായിരുന്നു അവളുടെ അന്ത്യം. അതുപോലെ ബാബിലോൺ എന്ന് പറഞ്ഞാൽ യെസബേലിന്റെ ആത്മാവ് തന്നെ അവിടെ പെട്ടെന്നൊരു വീഴ്ചയായിരിക്കും. ഫോളൻ ഇസ് ബാബിലോൺ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വീഴ്ചയായിരിക്കും. പെട്ടെന്ന് എല്ലാം കൂടെ തകർന്ന് തരിപ്പണമാകും. എല്ലാം ഒരു പപ്പടക്കൊട്ടാരം മാതിരി അല്ലെങ്കിൽ ചില്ലുകൊട്ടാരം മാതിരി തകരും. അപ്പോൾ നമുക്കിപ്പോഴേ കണ്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളുടെ ആ ഒരു നമുക്കൊരു വിവേചനത്തോടെ ഇന്ന് യേശുവിന്റെ പേര് പറഞ്ഞുള്ള പല കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത് ബാബിലോണിന്റെ ആത്മാവാണോ അതോ യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവാണോ? ഒരു വലിയ ദൈവദാസൻ എന്നൊക്കെ, വിലയേറിയ ദൈവദാസൻ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലും ഒക്കെ കൊട്ടിഘോഷിച്ചുകൊണ്ടുള്ള പല പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവാണോ ബാബിലോണിന്റെ ആത്മാവാണോ? അവര് പണത്തിനായിട്ട് പ്രസംഗിക്കുന്നവരാണോ? അവര് സ്വന്തമാനത്തിനായിട്ട് പ്രസംഗിക്കുന്നവരാണോ? അവര് എങ്ങനെയുള്ളവരാണ്? എന്താണ് അവരുടെ മൂല്യങ്ങളെ, അവരുടെ ഊന്നിലെ കാര്യങ്ങളൊക്കെ കണ്ടു അവരും ദൈവവചനം അല്ലേ പ്രസംഗിക്കുന്നേ ബ്രദറെ? അവരും ദൈവവചനമായിരിക്കും പ്രസംഗിക്കുന്നത്. പക്ഷേ എങ്ങനെയുള്ള ദൈവവചനമാണ്? ഈ ക്രൂശിന്റെ വചനമാണോ പറയുന്നത്? സ്വയത്തിന് മരിച്ച് കർത്താവിന് ജീവിക്കുന്ന യഥാർത്ഥത്തിലുള്ള ഒരു ക്രൂശിന്റെ വചനം, യഥാർത്ഥത്തിലുള്ള വിടുതലിന്റെ വചനമാണോ സംസാരിക്കുന്നത്? അതോ ആ ഒരു ഇമോഷണലിസവും തന്നെ ഉയർത്തുന്ന കാര്യങ്ങളും അതുപോലെയൊക്കെയുള്ള പല കാട്ടിക്കൂട്ടലുകളും പല അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെയാണോ എന്നുള്ള കാര്യം തിരിച്ചറിയുവാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്നുള്ളതാണ്. അപ്പൊ ആ യെശയ്യാവ് 47 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 7-ാമത്തെ വാക്യത്തില്, 47 അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ നമ്മളിതാ വായിക്കുന്നേ, ഞാൻ എന്നേക്കും തമ്പുരാട്ടി ആയിരിക്കും, രാജ്ഞി ആയിരിക്കും എന്നുള്ളത് മലയാളത്തിൽ ഇവിടെ യെശയ്യാവ് 47-ന്റെ 7-ാമത്തെ വാക്യം. ഞാൻ എന്നേക്കും തമ്പുരാട്ടി ആയിരിക്കും എന്ന് നീ പറഞ്ഞ് അത് കൂട്ടാക്കാതെയും അതിന്റെ അവസാനം ഓർക്കാതെയും ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പറയുക, ആകയാൽ ഞാൻ മാത്രം, വേറെ ആരും വേണ്ട, ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് തുല്യമായിട്ട് ആരുമില്ല. എൻ്റെ അത്രയൊന്നും ആരും വരത്തില്ല കേട്ടോ, ഞാൻ വിധവയായിട്ടൊന്നും ഇരിക്കത്തില്ല, പുത്രനഷ്ടം അറിയുകയില്ല എന്ന് ഹൃദയത്തിൽ പറഞ്ഞില്ല, പുറമെ പറഞ്ഞ ആൾക്കാർക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഹൃദയത്തിൽ പറഞ്ഞ ആ ഒരു ഗർവോടെ ഹൃദയത്തിൽ പറയുന്ന സുഖഭോഗിനിയും നിർഭയവാസിനിയുമായുള്ളവളെ ഇത് കേൾക്കുക എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. ആ ഒരു എന്ന് നമ്മൾ 1 തിമോഥെയോസ് 5 അധ്യായത്തിലെ ആ ഒരു വാക്യം വന്ന് ജോജി പേർ വായിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. 1 തിമോഥെയോസ് 5:5 അവിടെ സാക്ഷാൽ വിധവ എന്നൊരു പ്രയോഗം നമ്മളിവിടെ കാണുന്നുണ്ട്. ശരിക്കും അവിടെ പൗലോസ് അവിടെ സാക്ഷാൽ വിധവ എന്ന് അവിടെ ആ സന്ദർഭത്തിൽ പറയുന്നത് യഥാർത്ഥത്തിൽ വിധവമാരായിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് തന്നെ. അപ്പം വിധവമാരിൽ തന്നെ സാക്ഷാൽ വിധവ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ളൊരു നിസ്സഹായാവസ്ഥയിലുള്ളവർ, ആ സാക്ഷാൽ വിധവയെ കുറിച്ചുള്ള കാര്യം, ആ ഒരു ചിത്രം നമ്മളവിടെ 1 തിമോഥെയോസ് 5:5 സാക്ഷാൽ വിധവയും ഏകാഗിയുമായവൾ ദൈവത്തിൽ ആശ വെച്ച് രാപകൽ യാചനയിലും പ്രാർത്ഥനയിലും ഉറ്റുപാർക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് വായിച്ച്. കാമുകിയായവളോ ജീവിച്ചിരിക്കുകയിൽ തന്നെ ചത്തവൾ എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ താഴോട്ട് വായിക്കുന്നത്. അപ്പം ആക്ഷരികമായിട്ടുള്ള വിധവ എന്നുള്ള പേരുണ്ട്. എന്നാൽ ആ ഒരു വിധവയുടെ ആത്മാവില്ലാത്തവിടെ എന്നാൽ സാക്ഷാൽ വിധവ, അതാണ് പുത്തൻ യെരൂശലേമിന്റെ ആത്മാവ്. കർത്താവേ അങ്ങ് മാത്രമേ ഉള്ളൂ, അങ്ങിൽ മാത്രമുള്ള അവള് ദൈവത്തിൽ ആശ വെച്ച് രാപകൽ എപ്പോഴും മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുന്നല്ല, എപ്പോഴും ഒരു പ്രാർത്ഥനയുടെ ഒരു ആത്മാവ്, യാചനയിലും പ്രാർത്ഥനയിലും ഉറ്റുപാർക്കുന്ന ആ ഒരു പ്രേയേഴ്സ്, എൻട്രീറ്റീസ് ആൻഡ് പ്രേയേഴ്സ് നൈറ്റ് ആൻഡ് ഡേ, അതുപോലെ ഒരു ദൈവാശ്രയമുള്ള, ദൈവത്തോടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, ദൈവത്തോടുള്ള ആശയവിനിമയമുള്ളൊരു അവസ്ഥ. അവളാണ് യഥാർത്ഥത്തിലുള്ള സാക്ഷാൽ വിധവ. അതാണ് പുത്തൻ യെരൂശലേമായി തീരുന്ന കർത്താവിന് മണവാട്ടിയായിട്ടുള്ള സഭ. എന്നാൽ ഞാൻ വിധവയായിരിക്കത്തില്ല, ഞാൻ വലിയ രാജ്ഞിയാ, അമ്പട ഞാനേ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ബാബിലോൺ എന്ന മഹാവേശിയെ കുറിച്ച് നമ്മളിവിടെ വെളിപാട് 18-ന്റെ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇപ്പം നമ്മൾ വായിച്ച്, ഇനിയിപ്പോൾ അതിൻ്റെ ആ 8-ാമത്തെ വാക്യം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഇപ്പം ചെയ്തവർ വായിച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് അതിവചന പുസ്തകത്തിലെ ആ പോർഷൻ ഡിസ്പ്ലേയും ചെയ്യുമല്ലോ. വാക്യം 8
മുതൽ 10 വരെ. അത് നിമിത്തം മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും. അവളെ തീയിലിട്ട് ചുട്ടുകളയും. അവളെ ന്യായം വിധിച്ച ദൈവമായ കർത്താവ് ശക്തനല്ലോ. അവളോടുകൂടെ വേശ്യാസംഗം ചെയ്ത് പുളച്ചിരിക്കുന്ന ഭൂരാജാക്കന്മാർ അവളുടെ പീഡ നിമിത്തം ഭയപ്പെട്ട് ദൂരത്ത് നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിന്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാറത്തടിച്ചും കൊണ്ട്, അയ്യോ മഹാനഗരമായ ബാബിലോണേ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നുവല്ലോ എന്ന് പറയും. ഹർമഗദോൻ യുദ്ധത്തിന് മുമ്പാണ് ബാബിലോണിന്റെ ന്യായവിധി നടക്കുക. ഭൂമിയിലെ ഭരണാധികാരികൾക്ക് ഇങ്ങനെ ബാബിലോണിന് സംഭവിക്കുന്ന ശിക്ഷാവിധി കാണുവാൻ ഇടയാകും. വാക്യം 11 മുതൽ 13 വരെ. ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടുംചുവപ്പ്, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമ്മരക്കല്ലും കൊണ്ടുള്ള ഓരോ സാധനം, ലവംഗം, ഏലം, ധൂപവർഗം, മൂറ്, കുന്തിരിക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, കോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങായികയാൽ അവളെ ചൊല്ലി ദുഃഖിക്കുന്നു. ദൈവത്തിന്റെ ന്യായവിധി ബാബിലോണിന്റെ മേൽ പതിക്കുമ്പോൾ മതത്തിന്റെ പേരിൽ പണം ഉണ്ടാക്കിയ വ്യാപാരികൾ കരഞ്ഞ് നിലവിളിക്കും. കാരണം അവരുടെ കച്ചവടം തീർന്നു പോയല്ലോ. മാനത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടി ആഡംബര വസ്തുക്കൾ വാങ്ങിക്കൂട്ടുവാൻ നിങ്ങൾക്ക് നേരിയ താല്പര്യം പോലും ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ഈ പട്ടികയിൽ ഒടുവിൽ അടിമകൾ, ജീവിതങ്ങൾ, അതായത് മനുഷ്യ ദേഹം, മനുഷ്യപ്രാണൻ എന്നിവ രേഖപ്പെടുത്തിയിരിക്കുന്നു. അനാവശ്യമായ സുഖഭോഗാന്വേഷണങ്ങളിൽ ആളുകൾ മുഴുകിയാൽ അവരുടെ ദേഹവും പ്രാണനും അന്തിമമായി ബാബിലോണിന് അടിമപ്പെടും. വെളിപ്പാട് 18 അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മളിപ്പം വായിച്ചു കേൾക്കുകയും അതിന്റെ എക്സ്പ്ലനേഷൻ ഇപ്പം നമ്മൾ കേൾക്കുകയും ചെയ്തല്ലോ. അതിന്റെ 8ാമത്തെ വാക്യം, അവൾ ഇതുപോലെ ഹൃദയം കൊണ്ട് പറയുന്നു, അതു നിമിത്തം മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും. അതായത് പെട്ടെന്നുള്ളൊരു ന്യായവിധി ആയിരിക്കും. അതൊക്കെ ഗ്രാജുവൽ ഒരു ഗ്രേഡഡ് ആയിട്ടുള്ള ഭാഗമായിട്ട് നില എല്ലാം കൂടെ ഒറ്റയടിക്ക് ഈ ബക്കറ്റ് കമ്പഴത്തി വെള്ളം വീഴുന്നവണൊക്കെ ഒറ്റയടിക്കുള്ളൊരു ന്യായവിധി മാതിരിയായിരിക്കും. ഒരു ദിവസത്തിൽ തന്നെ വരും എന്നുള്ളൊരു കാര്യമാണ്. ഇൻ 1 day her plagues will come. അവളെ തീയിലിട്ട് ചുട്ടുകളയും. അതേ കാര്യം തന്നെ നമ്മള് 17 അധ്യായത്തിന്റെ 16ാമത്തെ വാക്യത്തില് നമ്മളത് വായിച്ചു. നീ കണ്ട 10 കൊമ്പും 17ന്റെ 16 നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. ഒരു അഗ്നിക്കിരയാക്കുന്ന ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അത് 10 കൊമ്പും മൃഗവും കൂടെ ചേർന്നാ ചെയ്യുന്നത്. മൃഗം എന്ന് പറഞ്ഞാൽ ഇത് ക്രിസ്തു, 10 കൊമ്പ് എന്ന് പറഞ്ഞാൽ ആ 10 രാഷ്ട്രത്തലവന്മാര്. ആ 10 രാഷ്ട്രത്തലവന്മാരാണ് അവരുടെ അധികാരം കൂടെ ഈ മൃഗമാകുന്ന എതിർക്രിസ്തുവിന് കൊടുത്ത് അങ്ങനെ ലോകഭരണാധികാരിയായിട്ട് ഈ എതിർക്രിസ്തു വാഴുന്നത്. അപ്പൊ അവര് തന്നെയാണ് ഈ കത്തിച്ചു കളയുന്ന ഈ വേശ്യയായ ബാബിലോണിനെ. അത് നമ്മൾ പറയുന്നത് അവളെ തീയിലിട്ട് ചുട്ടുകളയും. അവളെ ന്യായം വിധിച്ച ദൈവമായ കർത്താവ് ശക്തനല്ലോ. ദൈവത്തിന്റെ ഒരു ശക്തമായിട്ടുള്ളൊരു ന്യായവിധിയാണ്. ദൈവത്തിന്റെ ശക്തിക്ക് മുമ്പാകെ നിൽപ്പാൻ നമുക്ക് ആര് യോഗ്യത? ഇന്ന് ലോകത്തിലെ വലിയ ശക്തന്മാരായിട്ടുള്ള വലിയ പ്രതാപങ്ങളും കാര്യങ്ങളും എല്ലാം, വലിയ സൈന്യാധിപന്മാര്, വലിയ ലോക നേതാക്കന്മാര് ഇന്ന് എന്തുണ്ട്? ദൈവം അവരുടെ ശ്വാസം എടുത്ത് അവർ ശവശരീരം എന്ന് പറയാനേ ഉള്ളൂ. ദൈവത്തിന്റെ ശക്തിക്ക് മുമ്പാകെ ഇപ്പം പല കൊടുങ്കാറ്റും പല പേമാരിയും പല പ്രകൃതി ക്ഷോഭങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ മനുഷ്യൻ എത്രമാത്രം നിസ്സാരനാണ്. അവരൊന്നും അഹങ്കരിക്കാനൊന്നും ഇല്ല എന്നുള്ള കാര്യമാണ്. പ്രളയവും ബാക്കി പല പല കെടുതികളൊക്കെ വരുമ്പോൾ അതിലൂടെയൊക്കെ ദൈവം ഉറക്കെ വിളിച്ച് പറയുന്നെങ്കിലും മനുഷ്യരുടെ അഹങ്കാരത്തിന് കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലരൊക്കെ മനസ്സാന്തരപ്പെട്ട് വരുന്നു. എന്നാൽ പലരും വീണ്ടും ഹൃദയം കഠിനപ്പെട്ടു. ഇങ്ങനെയൊക്കെ അനുവദിക്കുന്നെങ്കിൽ ദൈവം എവിടെ? ദൈവം ഉണ്ടോ?
മനുഷ്യൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ദൈവത്തെ ധിക്കരിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ പലരും പറയുന്നത് നമ്മൾ ചുറ്റും കാണുന്നുണ്ട്. എന്നാൽ ആ ദൈവത്തിന്റെ ശക്തിയെയും ദൈവത്തിന്റെ ശക്തിയുടെ മുമ്പാകെ അവൻ ശക്തനല്ലോ, ഈ ന്യായം വിധിച്ച ദൈവമായ കർത്താവ് ദൈവത്തിന്റെ ആ ഒരു ശക്തി വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ ന്യായവിധി എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. ദ ലോർഡ് ഗോഡ് ഹു ജഡ്ജസ് ഹർ ഇസ് സ്ട്രോങ്. ആ ശക്തനായ ന്യായാധിപനായ കർത്താവാണ് ഇന്ന് നമ്മളോട് കൂടെ ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്. നമ്മള് പാപത്തെ വിട്ടുതിരിഞ്ഞ് നമുക്കറിയാവുന്ന എല്ലാ പാപങ്ങളെയും വിട്ടുതിരിഞ്ഞ് കർത്താവിലേക്ക് നമ്മൾ ശരണം പ്രാപിക്കുകയാണെങ്കിൽ ഈ ശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. എന്നാൽ ആ കർത്താവിന്റെ ശക്തി ന്യായവിധിയായിട്ട് പലരിലേക്കും വെളിപ്പെടുന്ന ഒരു കാലം, അവസാന കാലത്ത് വെളിപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്പം കണ്ടു. 9-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? അവളോടുകൂടി വേശ്യാസംഗം ചെയ്ത് ഉളച്ചിരിക്കുന്ന ആ സുഖലോലുപതയിലായിരിക്കുന്ന ഭൂരാജാക്കന്മാർ അവളുടെ പീഡന നിമിത്തം ഭയപ്പെട്ട് ചെന്ന് അടുത്തൊന്നും നിൽക്കത്തില്ല. അവരുടെ ഇപ്പൊ തീ കത്തുമ്പോൾ അടുത്ത് നിന്നാൽ നമ്മളിവിടെ ചിലപ്പോൾ തീയുടെ ആ ഒരു ചൂട് ഏൽക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇവള് തീ കത്തി ഇരിക്കുവാണ്. അപ്പൊ അതുകൊണ്ട് ദൂരത്ത് നിന്ന് നല്ലൊരു ഹെൽത്തി ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് അവര് കണ്ണീരൊഴുക്കാനൊക്കെ തുടങ്ങും. ഭയപ്പെട്ട് ദൂരത്ത് നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിന്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞ് മാറത്തടിച്ചുകൂടെ, അയ്യോ പാവം, കഷ്ടമായി പോയി, എത്ര നല്ലവളായിരുന്നു എന്നൊക്കെ ഈ ഭൂരാജാക്കന്മാരെ, ഭൂമിയിലെ വലിയ വലിയ പ്രസിഡന്റുമാരും പ്രൈം മിനിസ്റ്റർമാരും ഒക്കെ അനുശോചനം രേഖപ്പെടുത്തുന്ന കാര്യമായിരിക്കും ഈ പറയുന്നത്. കണ്ടോളൻസസ്, ഹാർട്ട്ഫെൽ കണ്ടോളൻസസ് എന്നൊക്കെ പറഞ്ഞ് ഭൂരാജാക്കന്മാരൊക്കെ അനുശോചനം രേഖപ്പെടുത്തും. എന്താ ഭൂമിയിലെ പ്രസിഡന്റുമാരും പ്രൈം മിനിസ്റ്ററും ഒക്കെ മാറത്തടിച്ചുകൊണ്ട് കരയും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അതൊക്കെ അവസാന കാലത്ത് അതൊക്കെ എല്ലാം ആശ്ചര്യമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ ദൈവത്തിന്റെ വചനത്തെ കൃത്യമാണെന്നുള്ള കാര്യം നമുക്ക് ഒന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ 10-ാമത്തെ വാക്യത്തില് അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണേ, ബലമേറിയ പട്ടണമേ, ബലമേറിയ പട്ടണമാണ്, ഗ്രേറ്റ് സിറ്റി, മഹാനഗരം എന്ന പിന്നെ വീണ്ടും 11 തവണ വെളിപാട് പുസ്തകത്തില് ഗ്രേറ്റ് എന്നുള്ള വാക്ക് ഈ ബാബിലോണിനെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മള് ലോകത്തിന്റെ കണ്ണിൽ ഭയങ്കര ഗ്രേറ്റ് ആയിരുന്നു, ഭയങ്കര മെഗാ സ്ട്രോങ് സിറ്റി, ബലമേറിയ സിറ്റി. അവർ മനുഷ്യന്റെ കണ്ണിൽ അവള് ഭയങ്കര സ്ട്രോങ് സിറ്റി എന്നാൽ ഇവിടെ ന്യായം വിധിക്കുന്ന ദൈവം ശക്തനല്ലോ എന്നാണ് നമ്മളിപ്പോ ദൈവജനത്തിൽ വായിച്ചത്. അവളുടെ ശക്തി എന്തുണ്ട്? സൃഷ്ടിയായ അവളുടെ ശക്തി. ഫോർ ഇൻ 1 hour യുവർ ജഡ്ജ്മെന്റ് ഹാസ് കം. 1 മണിക്കൂറൂടെ ന്യായവിധി വന്നല്ലോ. ഒരു ദിവസത്തിന് തന്നെ ഇതെല്ലാം കൂടെ വരും, എന്നാൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇതെല്ലാം കൂടെ വന്നല്ലോ എന്നുള്ള നിലവിളിയും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു, എല്ലാം കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞല്ലോ എന്ന് പറയും ഈ ഭൂരാജാക്കന്മാരൊക്കെ. അപ്പൊ പക്ഷെ ഭൂമിയിലെ വ്യാപാരികള് അവര് കുറച്ചുകൂടി അവര് എന്താ ചെയ്യുന്നേ? അവരാണെങ്കില് അവര് 11-ാമത്തെ വാക്യത്തില് ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, വലിയൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം. ധൂമ്രവസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? പേർപ്പിൾ എന്നുള്ള വാക്കാണ് ധൂമ്രം. ധൂമ്രവസ്ത്രം, പട്ട്, സിൽക്ക്, സ്കാളറ്റ്, കടുംചുവപ്പ്, ചന്ദനത്തരങ്ങൾ, എവറി കൈൻഡ് ഓഫ് സിട്രോൺ വുഡ്, ആനക്കൊമ്പ് കൊണ്ടുള്ള എവറി ആർട്ടിക്കിൾ ഓഫ് ഐവറി, ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമ്മരക്കല്ല് കൊണ്ടുള്ള ഓരോ സാമാനം, അതുപോലെയൊക്കെയുള്ള പല ഇന്ന് ചില ആളുകള് ചില രത്നമാല വാങ്ങിക്കാനായിട്ട് എത്ര കോടികൾ ചെലവഴിച്ച് രത്നമാല വാങ്ങിച്ചു. ഡയാന രാജകുമാരിയുടെ രത്നമാല വാങ്ങിച്ച് അണിഞ്ഞെന്നോ അതുപോലെ തന്നെ വേറെ ഏതാണ്ടൊക്കെ പറഞ്ഞുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട്. രത്നങ്ങള്, അതിനുവേണ്ടിയൊക്കെ അവരുടെ ആ ഒരു വാനിറ്റി ബാഗ്, അവർ പറയുന്നത് വാനിറ്റി ബാഗിന് ഇത്ര കോടി അല്ലെങ്കിൽ ഇത്ര ലക്ഷം, അതുപോലെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ, അങ്ങനെ ചില കാര്യങ്ങൾ, ചില ഷോക്കേസ് ഐറ്റംസ് അതുപോലെയൊക്കെയുള്ള പല കാര്യങ്ങളും ഒക്കെ അതിനുവേണ്ടി അവര് ഇത്ര ചെലവഴിക്കുന്നു, ഇത്ര ആഡംബരം, ബംഗ്ലാവ്, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ. അങ്ങനെ ധൂമ്രവസ്ത്രം, പട്ട്, കടുംചുവപ്പ്, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പുള്ള സകലത, ഇതെല്ലാം ഇരുമ്പും മരമനെ കൊണ്ടുള്ള ഓരോ സാമാനം, ലവംഗം, ഏലം, സ്പൈസസ്, സിനമൺ, സ്പൈസ്, ഇൻസെൻസ്, പെർഫ്യൂം, ധൂപവർഗം, നൂറ്, കുന്തിരിക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, ഗോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, അതിന്റെ എല്ലാം കൂട്ടത്തിൽ പറഞ്ഞിരിക്കുകയാണ് മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങാതിരിക്കാൻ. ആ ഒരു മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ സുഖലോലുപതയിലേക്ക് പോകുന്നവര് അവരെ അനാവശ്യമായ സുഖഭോഗാന്വേഷണങ്ങളിൽ ആളുകൾ മുഴുകിയാൽ അവളുടെ
അവരുടെ ദേഹവും പ്രാണനും ഒക്കെ അന്തിമമായി ബാബിലോണിലേക്ക് അടിമപ്പെടും. പിന്നെ മനുഷ്യദേഹം, മനുഷ്യപ്രാണനൊക്കെ ഒരു ബാക്കിയുള്ള കച്ചവട ചരക്കിന്റെ പട്ടികയിലാണ് മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഇന്ന് പല ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അതായത് മനുഷ്യക്കടത്ത്, പിന്നെന്താ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ, വേശ്യാവൃത്തി, പോണോഗ്രഫി, അശ്ലീല ചിത്രങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മനുഷ്യന്റെ ദേഹമാണ് അവര് ദൈവദൂഷണത്തിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മനുഷ്യനെ കടത്തി പല കാര്യങ്ങൾക്കായിട്ട് ഉള്ള പല മാഫിയകളും കാര്യങ്ങളും പല സംഘങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം ഈവൻ നരബലി അങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം കാര്യങ്ങളൊക്കെ ഇതെല്ലാം ഒരു വലിയൊരു ഭയങ്കര ഒരു കച്ചവടവും ബിസിനസ്സും മാതിരിയൊക്കെ ആയിട്ടുള്ള ഈവൻ ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്, പ്രോസ്റ്റിറ്റ്യൂഷൻ, പോണോഗ്രഫി അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ വലിയ വൻകിട ബിസിനസ്സായിട്ട് വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളായിട്ട് കെട്ടി വളർത്തുന്ന ആ ഒരു മെർച്ചൻസ് അവളും ഈ ബാബിലോണിന്റെ താങ്ങും തണലും ഒക്കെ അവൾക്കും ഉണ്ടായിരുന്നു. അപ്പൊ അവള് ബാബിലോൺ പോയപ്പം അവളെ ചൊല്ലി ഇനിയിപ്പം ഇതൊക്കെ ഇനി ചരക്ക് ഇനി ആരും വാങ്ങായികയല്ല, ഇനിയിപ്പോ ആരും വാങ്ങിക്കും, ഇവള് അതുപോലെ തീക്ക് ഇരയായാലും അവളെ ചൊല്ലി കരഞ്ഞു ദുഃഖിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. മറ്റുള്ളവരൊക്കെ മറ്റേവര് മാറത്തടിച്ച് കരഞ്ഞു, ഭൂരാജാക്കന്മാര്, രാഷ്ട്രീയ നേതാക്കന്മാര്, പിന്നെ കച്ചവടക്കാര് എന്നാ കരഞ്ഞു ദുഃഖിക്കുന്നത്, അവരുടെ കച്ചവടമൊക്കെ പോയി, ഇനിയിപ്പോ ആരും അത് വാങ്ങിക്കാനൊന്നുമില്ല എന്നുള്ള കാര്യം നമ്മളിപ്പോ പുസ്തകത്തിൽ വായിച്ചതുപോലെ അർമ്മദോൻ യുദ്ധത്തിന് തൊട്ട് മുമ്പായിട്ടുള്ള ആ ഒരു ന്യായവിധിയുടെ കാര്യമാണ് നമ്മളിവിടെ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ അടുത്ത ആഴ്ച നമുക്ക് തുടർന്നും ആ കാര്യങ്ങൾ വായിക്കുകയും അതിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ സ്വീകരിക്കുകയും ചെയ്യാമല്ലോ. നമുക്ക് ഒരു വാക്കുകൂടെ പ്രധാന മുമ്പാകെ ദൈവത്തിന്റെ വചനത്തില് ഒന്നും വൃഥാവായിട്ട് എഴുതിയിട്ടില്ല. ദൈവത്തിന്റെ വചനത്തിലെല്ലാം ദൈവനിശ്വാസ്യമായിട്ട് പല കാര്യങ്ങളും അന്തിമകാലത്ത് നടക്കാനിരിക്കുന്ന പല കാര്യങ്ങളും എഴുതിയിരിക്കുമ്പോൾ അത് നമുക്ക് ഇന്നും അതിന്റെ എത്രമാത്രം അതിന്റെ വ്യാപ്തിയും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും ദൈവം എത്ര കൃത്യമായിട്ട് പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് ആ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ആ കാര്യങ്ങൾ കൂടുതൽ അത് വെളിവാകും. എത്ര ദൈവത്തിന്റെ ജ്ഞാനം എത്ര അഗോചരമായിട്ടുള്ള, എത്ര വലിയവനായ ഒരു ദൈവം, എത്ര ശക്തനായ ഒരു ദൈവം, ആ ശക്തനായ ദൈവം, ആ യാഹന ദൈവം, ശക്തനായ ദൈവം, അവിടുന്നാണ് എൻ്റെ രക്ഷാദായകൻ. ആ കർത്താവിലേക്ക് നമുക്ക് ശരണം പ്രാപിക്കാം. അവിടുന്ന് ഉറപ്പുള്ള കോട്ടയാണ്. അവിടുത്തെ മുമ്പാകെ നമുക്ക് നിൽപ്പാൻ എന്ത് യോഗ്യത. നമ്മളൊരു ശ്വാസം മാത്രമാണല്ലോ. ആ താഴ്മയോടെ ബാബിലോണിന്റെ ആത്മാവിനെതിരായിട്ട് ക്രിസ്തുവിന്റെ ആത്മാവിനെ തന്നെ താഴ്ത്തിയ, എനിക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, പിതാവ് ചെയ്ത് കാണിച്ചിരുന്ന് മാത്രം ചെയ്യുന്നു എന്ന് പറയുന്ന അവർ യേശുവിന്റെ ആ മനോഭാവത്തിലേക്ക്, ആ താഴ്മയിലേക്ക്, സമർപ്പണത്തിലേക്ക് നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം പറഞ്ഞ പിതാവേ ഞങ്ങളെയും യേശുവിനെ പോലെ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ രാജ്ഞിയല്ല, വിധവയായിട്ടിരിക്കത്തില്ല, ദുഃഖം കാണുകയില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ബാബിലോണിന്റെ ഒരു സ്പിരിറ്റ്, ഒരു ആരഗന്റ്, ഒരു ധാർഷ്ട്യത്തോടെയുള്ള എനിക്കൊന്നും സംഭവിക്കത്തില്ല, ഞാൻ വലിയ പുള്ളിയാന്നുള്ള ആ ഒരു ഭാവം കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ പോലും, ഞങ്ങളുടെ ഉദ്ദേശങ്ങളിലോ ലക്ഷ്യങ്ങളിലോ പോലും, ഞങ്ങളുടെ മനോഭാവങ്ങളിൽ പോലും കർത്താവെ അങ്ങനെ ഒരു നിഗളത്തിന്റെ ഒരു കർത്താവെ ആ ഒരു ദുർഗന്ധം നരകത്തിന്റെ ആ ദുർഗന്ധം അടിക്കാതിരിക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജഡം എപ്പോഴും ക്രൂസിൽ തന്നെ ആയിരിക്കാൻ സഹായിച്ചാട്ടെ കർത്താവെ. ഞങ്ങളുടെ സ്വന്തം ഹിതം, ഞങ്ങളുടെ ജഡം കർത്താവ് എപ്പോഴും ക്രൂസിൽ തന്നെ കർത്താവെ അവിടുത്തെ മുമ്പാകെ അത് സമർപ്പിതമായിരിക്കാൻ, വിധേയപ്പെട്ടിരിക്കാൻ, ആത്മാവിന് വിധേയപ്പെട്ടിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ക്രിസ്തുവേശനുള്ളവർ ജഡത്തെ അതിന് രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നുവല്ലോ എന്ന് കർത്താവെ അവിടുത്തെ വചനത്തിൽ ഗലാത്യർ 5:24 വായിക്കുന്നത് പോലെ കർത്താവെ ഞങ്ങളും എപ്പോഴും ആ ജഡത്തെ ക്രൂശിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ, ആ മനോഭാവത്തോടെ എപ്പോഴും ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അങ്ങോട്ട് പറ്റിച്ചേർന്നിരിക്കാൻ, അവിടുത്തെ മണവാട്ടിയായിട്ട് അങ്ങ് തന്നെ താഴ്ത്തി പിതാവ് എല്ലാത്തിലും മേലെ ഉയർത്തിയതുപോലെ കർത്താവെ ഞങ്ങളും ഞങ്ങളെ തന്നെ അവിടുത്തെ മുമ്പാകെ താഴ്ത്തി അവിടുത്തെ ആത്മാവിനാൽ ഉയർത്തപ്പെടുന്നവരായിട്ട് എല്ലാവരും സ്വർഗീയ വീക്ഷണകോണിൽ കൂടെ കാണുവാൻ തക്കവണ്ണം അവിടെ പരിശുദ്ധാത്മാവിനാൽ ഉയർത്തപ്പെടുന്നവരാകുവാൻ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തന്നെ കർത്താവെ വളരെ വിവേചനത്തോടെ ഇന്ന് യേശുവിൻ്റെ പേരിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും കർത്താവെ അത് വളരെ വിവേചനത്തോടെ കാര്യങ്ങളെ കാണുവാനും അവിടുത്തെ ജ്ഞാനത്തോടെ കാര്യങ്ങളെ കാണുവാനും കർത്താവെ ഞങ്ങളുടെ സമയവും പണവും ഞങ്ങളുടെ ജീവിതവും ഒക്കെ കർത്താവെ ഞങ്ങൾ അവിടുത്തെ നാമമഹത്വത്തിനായിട്ട് വിനിയോഗിക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിനോട് സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.